കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ അവിടുന്ന് അവസരം നൽകി. ഇക്കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരു വിഷയവും കൂടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ഇന്നത്തെ നമ്മുടെ കൂടിവരവ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പണ്ടത്തെ കാലം പോലെയല്ല. ഓരോരോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കാട്ടുതീ പോലെ പരക്കുന്ന ഒരു കാലമാണ്. ചെറുതും വലുതുമായ സകല കാര്യങ്ങളും എല്ലാ സമൂഹത്തിനിടയിലേക്കും കടന്നു ചെല്ലുകയാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ നടുവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റിതര സമൂഹങ്ങൾ അറിയുന്നു. ക്രൈസ്തവ സമൂഹത്തിന് നടുവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിലുള്ള ആളുകൾ അറിയുന്നു. ഇസ്ലാമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്തെ മറ്റെല്ലാവരും അറിയുന്നു എന്ന് വേണ്ട, ചുരുക്കി പറഞ്ഞതാണ്. എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു കാലം പോലെ ഒരു കാലം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ മെസ്സേജുകൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഈ റെക്കോർഡ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, അങ്ങനെ പലതുണ്ടല്ലോ. അതിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറയുന്ന മെസ്സേജ് നമ്മുടെ പ്രിയപ്പെട്ടവർ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഒരു ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അതിൽ നിന്ന് ബ്ലൂടൂത്ത് വഴിയോ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. പിന്നെ വാട്സാപ്പ് എന്ന് പറയുന്ന സംഭവം വന്നതിന് ശേഷം ഈ മെസ്സേജുകളൊക്കെ അങ്ങനെ വാട്സാപ്പ് വഴി ഓഡിയോ മെസ്സേജുകളൊക്കെ, കാരണം വീഡിയോ മെസ്സേജുകളൊക്കെ വലിപ്പമുണ്ടല്ലോ, അതൊന്നും അങ്ങനെ സെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതുവഴിയൊക്കെ നമ്മളിങ്ങനെ അയക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഈ മെസ്സേജുകളെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് തന്നെയല്ല, അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നതായ പല കാര്യങ്ങളും, ചില പാസ്റ്റേഴ്സും അതുപോലെ ചില ചർച്ചുകളിലൊക്കെയുള്ള ഭിന്നതകളാകട്ടെ, അസ്വസ്ഥതകളാകട്ടെ, അത് കത്തോലിക്ക പള്ളിയാകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, ബ്രദറിനാകട്ടെ, മർത്തോമയാകട്ടെ, പെന്തക്കോസ്ത് ആകട്ടെ, ബാപ്റ്റിസ്റ്റുകാരനാകട്ടെ, എല്ലായിടത്തും നടക്കുന്ന ഉന്തും തള്ളും എന്ന് വേണ്ട എല്ലാം പബ്ലിക്കിലേക്ക് വരികയാണ്. ആർക്കും ആരുടെ നേരെയും കൈ ചൂണ്ടിയിട്ട് അയ്യേ നിങ്ങളുടെ ഇടയിൽ എന്താ അങ്ങനെ നടന്നതെന്ന് ചോദിക്കാൻ മേലാത്ത നിലയിൽ എല്ലാവരും കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. യാക്കോബക്കാരന് കത്തോലിക്കിനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ അവർ തിരിച്ച് ചോദിക്കും. മർത്തോമക്കാരനോട് ചോദിക്കാൻ പറ്റുമോ? പെന്തക്കോസ്തുകാരനോട് ചോദിക്കാൻ പറ്റുമോ? പെന്തക്കോസ്തുകാരൻ തിരിച്ചും ചോദിക്കും, ഇങ്ങോട്ടും ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം വന്നിരിക്കുകയാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോവുകയാണ്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് വചനവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ലോകത്തിലും അതുപോലെ ദൈവജനത്തിനിടയിലും ഒക്കെ ആ മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. അതായത് മനുഷ്യപുത്രൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാന കാര്യമാണ്. ഒന്ന്, ആ കാലം നോഹയുടെ കാലം പോലെയായിരിക്കും. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് എഴുതിയിരിക്കുക. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുക, ഇതെന്താ ഇങ്ങനെയൊക്കെയെന്ന്? എന്തിങ്ങനെയൊക്കെയെന്ന്? ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞത്. ലോകത്തിൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലല്ലെങ്കിലും ദുർഘടങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. ലോകത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. അവിടെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി. അതിനകത്തൊരു വാക്കുണ്ടല്ലോ, ഉഗ്രന്മാരെന്നുള്ളത്. ഞാൻ ഈ രക്ഷയിലേക്ക് വന്ന് ബൈബിളൊക്കെ നിരന്തരം വായിച്ചു തുടങ്ങിയ സമയത്ത് 2 തിമോത്തിയോസ് വായിച്ചു വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഈ വാക്ക് കൺമുമ്പിൽ വന്നപ്പോൾ ഉഗ്രന്മാരും. എന്തുമാത്രം ഉഗ്രന്മാരെയാണ് നമുക്ക് അവിടങ്ങളിൽ കാണാൻ കിട്ടുന്നതെന്ന് അറിയാവോ? ധാരാളം ഉഗ്രന്മാരെ കണ്ടു കിട്ടുന്നൊരു കാലമാണ്. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ വിട്ടൊഴിയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും.
അതായത് ഈ 5-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 4 വരെയുള്ള വാക്യങ്ങളിൽ പല സഹോദരങ്ങൾക്ക് സംശയം വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയുള്ള കണ്ട ഗുണ്ടകളുടെയോ അല്ലെങ്കിൽ ഈ ചട്ടമ്പികളായ ആളുകളുടെയോ ഒക്കെ കാര്യമായിരിക്കും. പാസ്റ്റർ അത് ദൈവസഭയോടുള്ള ബന്ധത്തിലൊക്കെ എന്തിനാ പറയുന്നത് എന്നൊക്കെ ആയിരിക്കും പലരും ചിന്തിച്ചത്. എന്നാൽ 5-ാം വാക്യം വായിക്കുമ്പോൾ അതിന് ഉത്തരമായി. ആ ചിന്തകളൊക്കെ അസ്ഥാനത്തായി പോവും. കാരണം ലോകത്തിലുള്ള ചട്ടമ്പികളുടെയോ കവലച്ചട്ടമ്പികളുടെയോ കാര്യമല്ല ഈ വായിച്ചത്. ഈ പറയപ്പെട്ട ആളുകളൊക്കെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ലോകത്തിലുള്ള ആളുകളൊക്കെ ഭക്തിയിലാണ് നടക്കുന്നതെന്നല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ബോധിച്ചതുപോലെയല്ലേ നടക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജാതികളെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിൽ നടക്കാൻ ദൈവം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അവിടെ ഭക്തിക്കൊന്നും പ്രാധാന്യമില്ല. ഇവിടെ ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അഥവാ കർത്താവിൻ്റെ ആ തൊഴുത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആട്ടിൻകൂട്ടങ്ങളെ പോലെ ആകുക എന്നുള്ളതാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ കരത്തിലിരിക്കുന്നു എന്നല്ലേ നമ്മൾ യോഹന്നാൻ 10 വായിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു എന്നല്ലേ പറയുന്നത്. ഞാൻ അവയെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു എന്നല്ലേ വായിക്കുന്നത്. അല്ലാതെ വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഉഗ്രന്മാരൊക്കെ എൻ്റെ കയ്യിലിരിക്കുക എന്നല്ലല്ലോ ആ വാക്യത്തിൻ്റെ അർത്ഥം. അവർക്ക് ബോധിച്ച വഴിയിൽ നടക്കുന്നു, ജഡത്തിൽ സഞ്ചരിക്കുന്നു. അവരിൽ ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ജെനുവിനായിട്ടുള്ള ഭക്തി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് അറിയാവോ? ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ അയക്കുന്ന കാര്യങ്ങളൊക്കെ പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മുഴു ലോകവും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ദൈവമക്കളാകട്ടെ, ശുശ്രൂഷയിലിരിക്കുന്നവരാകട്ടെ, എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മുടെ പ്രസംഗമാകട്ടെ, വ്യാഖ്യാനമാകട്ടെ, ഇടപാടുകളാകട്ടെ, ഇതൊക്കെ ലോകം ശ്രദ്ധിക്കുകയാണ്. മൂടി വയ്ക്കാൻ കഴിയുന്നൊരു കാലമല്ല. ഇനി അത് ചിന്തിക്കുക പോലും വേണ്ട. ഇനിയുള്ള കാലത്ത് ഇതെല്ലാം സ്പ്രെഡാകുന്ന കാലമാണ്. അപ്പോൾ ഭക്തിയുടെ വേഷമാണോ വേഷം കെട്ടാണോ എന്നൊക്കെയുള്ളത് ലോകം വിലയിരുത്തും, മറ്റുള്ളവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഏകദേശം 1 മാസം പിന്നിൽ നമ്മുടെ മലയാളക്കരയിലൊരു പ്രമുഖമായ ഒരു ഓർഗനൈസേഷനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ജനറൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒത്തിരി വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പുള്ള മാസങ്ങളിൽ അവരുടെ ഇടയിലുള്ള ശുശ്രൂഷകർ, അതായത് അവരുടെ കൗൺസിൽ അംഗങ്ങൾ 2 ചേരിയായി നിന്നുകൊണ്ട്, 2 പാനലായി നിന്നുകൊണ്ട് ഈ ഗോഗോ വിളിക്കുക എന്ന് പറയും. ഗോഗോ വിളിക്കുക. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് മറ്റേ കൂട്ടത്തിൽപ്പെട്ടവർ വീഡിയോ പിടിക്കുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇടുക, ലോകക്കാരെ മുഴുവനും കാണിക്കുക. അതിനോടനുബന്ധിച്ചുള്ള അടുത്ത ആചാരം എന്ന് പറയുന്നത്, അതായത് കൊച്ചിയിലുള്ള കച്ചേരിയിലേക്ക് പിന്നെ അങ്ങ് പോകും അവർ. കച്ചേരിയിലേക്ക് പിന്നത്തെ ആചാരം എന്ന് പറയുന്നതാണ് കച്ചേരി ചെല്ലുക. അങ്ങനെ ഈ പാനലിനെതിരെ മറ്റേ പാനൽ കേസ് കൊടുക്കുക, പിന്നെ ഇവർ തമ്മി കാണുമ്പോൾ ഉന്തുക, തള്ളുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാലോകർ മുഴുവൻ കണ്ടു. ഈ ഉന്തം തള്ളും, ഈ കടുത്ത ഭിന്നതയും, ഈ കച്ചേരിയിലെ കേസും, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവർ അന്യഭാഷ പറയും. അതുകൊണ്ട് ഈ പറയപ്പെട്ട സമൂഹത്തിൻ്റെ നടുവിലൊക്കെയുള്ള യൗവനക്കാരൊക്കെ ഈ പറഞ്ഞ ദൈവഭയത്തിൽ നിന്നൊക്കെ അകന്ന് ഇതെന്താ ഇവർ കാണിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ചോദ്യചിഹ്നവുമായിട്ട് എല്ലാവരും, അല്ലെങ്കിലും കുറച്ചു പേരുടെയെങ്കിലും ഉള്ളിൽ അങ്ങനത്തെയൊക്കെ ഒരു നിസ്സംഗതകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും വചനത്തിൻ്റെ ആഴങ്ങളിലൂടെയും അങ്ങനെയൊന്നും ജ്വലിച്ചൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. ബലഹീന വിശ്വാസികളുണ്ട്, വിശ്വാസത്തിൽ അത്ര കരുത്തില്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ കാഴ്ചകളും ഈ ശബ്ദങ്ങളും ഒക്കെ അവരെ അലോസരപ്പെടുത്തും ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകും. എനിവേ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ പറഞ്ഞ ജനറൽ കൺവെൻഷനൊക്കെ നടന്നത്. അപ്പോൾ ആ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ചില ദൈവദാസന്മാരൊക്കെ അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തി. നമ്മൾ നമ്മുടെ സൺഡേ മീറ്റിങ്ങിനകത്ത് അന്ന് പറഞ്ഞ മെസ്സേജിൽ ഈ ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയാനിടയായി. അന്നത്തെ മെസ്സേജ്, റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജ് യൂട്യൂബിൽ 10,000-20,000 പേർക്ക് മുകളിൽ അന്നത്തെ ആ വീഡിയോ കാണാനിടയായി. നമ്മൾ വന്ന് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ കാണായ ഉന്തും തള്ളുമൊക്കെ നടത്തിയിട്ട് ക്രമീകരണം വരുത്താതെ നിങ്ങൾ ജനറൽ കൺവെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അതിനകത്തൊന്നും പ്രസാദിക്കില്ല. നിങ്ങൾ ആണ്ടോടാണ്ട് നടത്തുന്ന നിങ്ങളുടെ ഒരു പൂരം പോലെ നിങ്ങൾക്ക് കൊണ്ടാടാമെന്ന് മാത്രമേ ഉള്ളൂ. വചനം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും, ക്രമീകരിക്കപ്പെടാത്ത യാഗങ്ങളിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കില്ലെന്ന്. നിങ്ങൾ എത്ര വലിയ കൊമ്പത്തെ ഓർഗനൈസേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര വലിയ കൊമ്പത്തെ ഓർഗനൈസേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, എഴുതപ്പെട്ട പ്രമാണത്തിനൊന്നും മാറ്റമില്ലെന്നേ.
കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ക്രമീകരണത്തിലേക്ക് വരണം. ക്രിസ്ത്യാനിറ്റി അങ്ങനെ വെളിപ്പെടണം. അല്ലാതെ ഇതര സമൂഹങ്ങളെ പോലെയല്ല വേർപെട്ട ദൈവജനം എന്ന് പറയുന്നത്. ക്രിസ്തീയ സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ആശയഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആശയഭിന്നതകൾ ഉണ്ടാകുമ്പോൾ തന്നെയും അതിന് ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ക്രമീകരണം വന്നില്ലെന്നുള്ളതൊരു വാസ്തവമാണ്. ക്രമീകരണം വരാത്ത ആ കാലഘട്ടത്തിൽ സഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നില്ല. അതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഏകദേശം AD 490 അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ സഭ പിന്നീട് ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ എത്ര നൂറ്റാണ്ടുകൾ ഇരുളിലൂടെ സഞ്ചരിച്ച് മുൻപോട്ട് പോയി. ഏകദേശം AD 1500 ഒരു പരിസരത്താണ് ഒരു ചെറിയ കൈത്തിരി കത്തിയത്. ഒരു നവീകരണത്തിൻ്റെ സൂചനകൾ അവിടെ മുട്ടിടുകയായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലേക്കൊക്കെ വന്നപ്പോൾ ലോകം ഒരു ഉണർവിലേക്ക് വരികയാണ്, വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. അവർ ആത്മസ്നാനം പ്രാപിക്കുന്നു. അവർ വിശുദ്ധ ജീവിതത്തിന് കൊതിക്കുന്നു. അവർ സാക്ഷികളാകുവാൻ വെമ്പൽ കൊള്ളുന്നു. മരണമെങ്കിൽ മരണം എന്നുള്ള നിലയിൽ, മാർട്ടിയേഴ്സ് എന്നുള്ള നിലയിൽ തന്നെ അവർ ലോകം മുഴുവനും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിക്കുന്ന ആ ഒരു അന്തരീക്ഷം വെളിപ്പെടുകയാണ്. ഈ പറയപ്പെട്ട അന്തരീക്ഷത്തിൽ ലോകക്കാരവരെ വിളിച്ച് ഇവർ പെന്തക്കോസ്തരെന്ന്. അങ്ങനെ ലോകം മുഴുവൻ ഒരു പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റ് തന്നെയാണ് ഉണ്ടായത്. അമേരിക്കയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ മിഷണറിമാർ നമ്മുടെ ദേശത്തേക്കും ഭാരതത്തിലേക്കും കടന്നു വന്നു. കൊച്ചു കേരളത്തിലേക്കും കടന്നു വന്നു. അങ്ങനെ സുവിശേഷത്തിൻ്റെ ബാലപാഠങ്ങളും ആദ്യപാഠങ്ങളും നമ്മുടെ ദേശത്തും വിതയ്ക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അത് മൊട്ടിട്ടു വളർന്നു. മലയാളക്കരയിൽ എമ്പാടും അത് വലിയൊരു കാറ്റായിട്ട് അങ്ങനെ പരിണമിച്ചു വന്നു. അല്ലേ, വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സമയങ്ങളിലൊക്കെ ആശയഭിന്നതകൾ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചാൽ ആശയഭിന്നതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ അവർ ക്രമീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലർ വഴിപിരിഞ്ഞിട്ടുണ്ട്. അതായത് ആശയഭിന്നത അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ അവർ സംസാരിച്ച് വഴിപിരിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വഴിപിരിഞ്ഞ് രണ്ടും രണ്ട് വഴിക്കെന്നുള്ള നിലയിൽ ലോത്തിനോട് പറഞ്ഞതുപോലെ തന്നെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടാണ് ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ ആ മനോഭാവത്തിലൊക്കെ ആയിരുന്നു അന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത്. എന്നാൽ നമ്മളീ പറയപ്പെട്ട കഴിഞ്ഞ 1-2 മാസം പുറകിലത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ലോകക്കാർ മുഴുവൻ ശ്രദ്ധിച്ചു. അതായത് ഇവിടുത്തെ മീഡിയകളിൽ വരെ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു. അങ്ങനെ വല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചില ദൈവദാസന്മാരൊക്കെ ഈ ജനറൽ കൺവെൻഷനോടൊക്കെയുള്ള ബന്ധത്തിൽ ഇത് പ്രഹസനമാണ്, ഇങ്ങനെ ആളുകളെ എല്ലാം കൂടെ കൂട്ടി വരുത്തിയിട്ട് എന്ത് മാതൃകയാണ് കൊടുക്കാനുള്ളത്. കഴിഞ്ഞ നാളുകളിൽ അവരുടെ ഓർഗനൈസേഷനെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ സീനിയറായിട്ടുള്ള പാസ്റ്റേഴ്സ് ഈ തവണത്തെ ആ ജനറൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നില്ല. ധാരാളം കസേരകൾ എംപ്റ്റിയായി കിടക്കുന്നു. അതായത് ആ സമൂഹത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല ആളുകൾ പങ്കെടുക്കാതിരുന്നത്, പകരം അവരുടെ ഉള്ളിലെ മനോവിഷമമാണ്. അതായത് ഇന്നലകളിൽ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്ത ജനം, അവർ പാടിയതും പ്രാർത്ഥിച്ചതും അവർ ഉയർത്തിപ്പിടിച്ചതുമായ കാര്യങ്ങളെല്ലാം കൈമോശം വന്നിരിക്കുകയാണ്. അവർ 2 തിമോത്തിയോസ് 3-ാം അധ്യായം വായിക്കുമ്പോൾ അവരൊരു സ്വപ്നത്തിൽ എന്ന പോലെ ചിന്തിച്ച കാര്യങ്ങൾ ഇത് കൺമുമ്പിൽ വരികയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് എഴുതി വെച്ചിരിക്കുക. അവരത്രയൊന്നും കണ്ടിട്ടില്ല, എന്നാൽ ഇതാ കൺമുമ്പിൽ അത് വന്നിരിക്കുകയാണ്. ഉഗ്രന്മാർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഉന്തും തള്ളും നടത്തുന്നവർ, കച്ചേരിയിൽ പോയി കൂട്ടു സഹോദരനെതിരെ കേസ് കൊടുക്കുന്നവർ, 1 കൊരിന്ത്യർ ലേഖനമൊന്നും ഒരിക്കലും അംഗീകരിക്കാത്തവർ. നിങ്ങളുടെ ഇടയിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പ്രാപ്തനില്ലേ എന്നുള്ളൊരു ചോദ്യം ബൈബിളിലുണ്ട്. നമ്മുടെ മലയാളക്കരയിലുള്ള ഓർഗനൈസേഷനിലൊന്നും പ്രാപ്തരാരും ഇല്ലെന്നുള്ളതാണ് ഈ കേസും കൂട്ടമായിട്ട് ഇവർ ഈ കച്ചേരി വഴിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലേ, നമ്മൾ നിഷ്പക്ഷരായ മനുഷ്യരാ കേട്ടോ, നമുക്കങ്ങനെയല്ലേ മനസ്സിലാകുന്നത്. പ്രാപ്തിയുള്ള ആളുകളുണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കപ്പെടില്ലേ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയും പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിശ്ചയമായും അവർ അഭിഷേകത്തോടെ അധികാരത്തോടെ നിന്നുകൊണ്ട് ഇരി അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കും. അങ്ങനെയല്ലേ? എന്നിട്ട് കാര്യങ്ങളെ പറയും. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഇങ്ങനെയാണ്. അതുകൊണ്ട് ചാക്കോച്ച, അതുകൊണ്ട് കുഞ്ഞവറാനെ, മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കോ, ദൈവത്തെ ഭയപ്പെട്ടോ.
നീ ഏത് കൊമ്പത്ത് എവിടത്തെ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം പരമപരിശുദ്ധനാണ്. അവിടുത്തെ ആഹ്വാനം എന്താ? ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങളുടെ സകല ഇടപാടിലും നമ്മുടെ നിത്യതയാണ് വലുത്. കസേരയൊക്കെ ചുമ്മാ ചവിട്ടി ഓടിച്ച് കളഞ്ഞിട്ട്, ഏത് കസേരയാ? വീട്ടിൽ കിടക്കുന്നതല്ല, അധികാരത്തിൻ്റെ കസേരയൊക്കെ ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞിട്ട് നിത്യതയെ മുറുകെ പിടിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുത്തത് എന്താ? എൻ്റെ മകനെ തിമോത്തിയോസെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളാനാണ് പറഞ്ഞത്. അല്ലാതെ നീ സെൻട്രൽ പാസ്റ്റർ ആകാനോ ഓവർസീർ ആകാനോ നീ ജനറൽ പ്രസിഡന്റ് ആകാനോ ഒന്നുമല്ല പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുത്തത്. നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ വിത്ത് എന്ന് പറയുന്നത് വിശുദ്ധമാണ്. അത് വിശുദ്ധമായ പരിതസ്ഥിതിയിലാണ് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് അബോർട്ട് ചെയ്ത് പോവും. അങ്ങനെയൊക്കെയുണ്ട്. ഇല്ലെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ചില ബോധ്യങ്ങളുള്ളവരാണ് നമ്മൾ. വിശുദ്ധ ജീവിതത്തിന് വിളിക്കപ്പെട്ടവരാണ്. തോന്നുന്ന വഴിക്കൊന്നും സഞ്ചരിക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ ഒരളവിൽ പറഞ്ഞ കെട്ടപ്പെട്ട മനുഷ്യരാണ്. നമ്മൾ നുകത്തിൻ കീഴിൽ ജീവിക്കുന്നവരല്ലേ, അനുദിനം ക്രൂശെടുക്കുന്നവരല്ലേ, അങ്ങനെയുള്ള മനുഷ്യരാണ്. നമുക്ക് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടെ പ്രാപ്തരുണ്ടെങ്കിൽ, ആത്മനിറവും വചനനിശ്ചയവും സാക്ഷിയും ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ക്രമീകരണം വരില്ലേ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ആ സമയങ്ങളിൽ ആ സമൂഹത്തിനിടയിൽ ഇങ്ങനത്തെ ആശയഭിന്നതയും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് ആ സമൂഹത്തിൻ്റെ നടുവിൽ വലിയ ഭിന്നതയുണ്ടായിട്ടുണ്ട്. 1950-കളിൽ അതിനകത്ത് വലിയ ഭിന്നതയുണ്ടായി. 51 52 ആ ഒരു പീരീഡിലോ മറ്റാണ് അതിനകത്ത് വലിയ പിളർപ്പുണ്ടായിട്ട് ആ സമൂഹത്തിൽ നിന്ന് പുതിയൊരു കൂട്ടം ഉരുത്തിരിഞ്ഞു വന്ന് അവർ തിരുവല്ല കേന്ദ്രമാക്കിയിട്ട് വലിയൊരു സമൂഹമായിട്ട് അവരും പിന്നെ വളർന്നു വന്നു. അതൊന്നും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ട്വിറ്ററിലോ ഒന്നും അന്ന് പറന്ന് നടന്നില്ല. കാരണം അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അത് ആ സമൂഹത്തിൻ്റെ നടുവിലും അതുപോലെ സഹോദര പ്രസ്ഥാനങ്ങളുടെ നടുവിലും ഒക്കെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ നമ്മളിവിടെ പറയപ്പെടുന്ന ധാരാളം ക്രൈസ്തവ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ഇടയിലേക്കൊന്നും ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യവും പോയിട്ടില്ല. അവർക്കാർക്കും അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അവരൊന്നും അത് അതിൻ്റെ ഗൗരവത്തിൽ അറിഞ്ഞിരുന്നുമില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഇതെല്ലാം തുറന്നു കിടക്കുകയാണ്. ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷണനേരം കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ അത് വിളംബരം ചെയ്യപ്പെടും. പിന്നെ ഭയങ്കരം. ന്യൂസിലാൻഡിൽ അത് മുഴങ്ങും. ലണ്ടൻ പട്ടണത്തിൽ 5 മിനിറ്റിനകം അത് മുഴങ്ങും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത് ലണ്ടൻ പട്ടണത്തിലും മുഴങ്ങും. എവിടെ ഇരുന്ന് ഘോഷിച്ചാന്ന് ചോദിച്ചാൽ അങ്ങ് കുമ്പനാടിരുന്ന് ഘോഷിച്ചതാ. മാലോകർ മുഴുവൻ കേട്ടു. അപ്പോൾ അങ്ങനെ കേട്ട ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഉത്സാഹിക്കുകയാണ്. മാലോകർ മുഴുവൻ കേട്ട വീഡിയോ വീണ്ടും കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ചില ആത്മീയ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അത്ര തന്നെ. അവർ പറഞ്ഞ കാര്യത്തെ പിന്നെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കതിൽ നിന്ന് ചില ആത്മീയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ പഞ്ചാബിൽ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉപദേശി പറഞ്ഞ കാര്യങ്ങളാണ്. അത് കേട്ട സമയത്ത് ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ഭാരവും ഒരു സങ്കടവും ഒക്കെ തോന്നി. ആ സമയത്ത് എന്നെപ്പോലെ തന്നെ അനേകർക്കത് തോന്നിക്കാണും. അതായത് ഒരു ദൈവഭയമുള്ള, വിശുദ്ധിക്കും വേർപാടിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റ് മനുഷ്യരെയൊക്കെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എല്ലാ ഉള്ളിൽ ആ ഒരു വല്ലായ്മ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് അതൊക്കെ പങ്കുവെക്കണമെന്ന് ചിന്തിച്ചു. പിന്നെയും ചിന്തിച്ചു, എന്തിനാ, വിട്ടേക്കാം. ഇങ്ങനെ എന്തെല്ലാമൊക്കെ കേട്ടാലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം വന്ന് പറയേണ്ട ആവശ്യമില്ലോ. അല്ലാതെ തന്നെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കാണുന്നവരൊക്കെയാണ്. കാണാത്തവരൊന്നും ആരും ഇവിടെ കാണില്ല. ഞാനായിട്ട് അതൊന്നും പ്രചരിപ്പിക്കാനോ പറയാനോ ശ്രമിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ടായി എന്നുള്ള സത്യമാണ് ആ വീഡിയോസൊക്കെ പുറത്തു വന്നപ്പോൾ. വീഡിയോ ഇപ്പോൾ കേൾപ്പിക്കാം. അതിനോട് നമ്മൾ പ്രതികരിക്കാതെ മനസ്സിൽ പ്രതികരിച്ച് ഉള്ളിൽ രോക്ഷം അടക്കി വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയി 1.5 മാസം തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ ഈ വലിയ പട്ടണത്തിൽ, ബംഗളൂരു പട്ടണത്തിലുള്ള വളരെ പ്രസിദ്ധനായ ഒരു അച്ചായി, അദ്ദേഹത്തിൻ്റെ കുറേ പ്രസംഗങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തരംഗമായിട്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുള്ളിയുടെ ഓരോരോ പ്രഭാഷണങ്ങളും ഓരോരോ ആശയങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സ്പ്രെഡായി വരുന്നത്.
അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതായിരിക്കാം, കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം, അതിന് മുൻപുള്ളതായിരിക്കാം. എന്തായാലും ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ തരംഗം വന്നതുകൊണ്ട് ആ സൈസ് വീഡിയോകളെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെട്ടു വന്നു. അപ്പോൾ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ആദ്യം ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. ഇതിന് 1.5 മാസം മുമ്പ് ആ ലുധിയാനക്കാരൻ ഉപദേശി പറഞ്ഞ ആ വാക്കുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ. ഒരേ ആത്മാവിൽ ഒരേ ശബ്ദത്തിലാണ് അവർ സംസാരിച്ചത്. അവർ സംസാരിച്ച ആ കാര്യങ്ങൾ, ആ വാക്കുകൾ വിശുദ്ധന്മാരുടെ നടുവിൽ മുഴങ്ങാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രായമുള്ള മനുഷ്യൻ്റെ ഈ ശബ്ദം അത് ഒട്ടും യോഗ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ അടിക്കടി വരികയല്ലേ. നേരത്തെ കേട്ടയാളുടെ അതിനോടുള്ള ബന്ധത്തിൽ മറ്റ് പലരും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നും പരസ്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോടും ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഇത് കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് വചനത്തിൽ നിന്ന് കുറച്ച് സംസാരിക്കേണ്ടതില്ലേ? നമുക്ക് വചനം മുന്നിൽ വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ എന്ന ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ആരെയും ഹരാസ് ചെയ്യാനോ മറ്റൊന്നുമല്ല. അതിൽ ചില ഗുണപാഠങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. മേലാൽ ഒരുവൻ പോലും ഇങ്ങനെ പറയാനിട വരരുത്. അങ്ങനെ പറയാൻ നാക്ക് വളയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അനുതാപമോ മാനസാന്തരമോ വന്നു കഴിഞ്ഞാൽ അത്രയും നന്നൊന്നോർത്താണ് നമ്മളതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അച്ചായി സംസാരിക്കട്ടെ. വേദപുസ്തകത്തിന്റെ വാലും തലയും തിരിച്ചറിയാൻ വയ്യാത്ത, ഏതുവഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പുതുക്രിസ്ത്യാനികളായി വന്ന മാർഗം ചേർന്ന ചിലർക്ക് തിരുവചനം മനസ്സിലായില്ലെങ്കിൽ അതിന് സഭ ഉത്തരവാദിയല്ല. സമയം മെനക്കെടുത്ത് ദൈവസന്നിധിയിൽ ഇരിയടോ ഒരു പക്ഷെങ്കിൽ കർത്താവിന് തിരിഹിതമെങ്കിൽ തന്നോട് ക്ഷമിച്ച് വല്ലതും മനസ്സിലാക്കി തന്നിരിക്കും. ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞവന് ലൈക്ക് അടിച്ചേച്ച് വന്ന പാർട്ടിയല്ലേടാ നീയും. പട്ടി കുരച്ചാൽ ആരാണ് പടി തുറക്കുക? പിന്നെ വളത്തുപട്ടിയാണ് കുരച്ചതെങ്കിൽ എന്താ കാരണമെന്ന് ഗേറ്റിങ്ങിലോട്ടൊന്ന് നോക്കുന്നത് കൊള്ളാം. വഴിയെ പോയ വഴിപ്പട്ടിയാ കുരച്ചതെങ്കിൽ വിട്ടേക്ക്, അതിനകത്ത് പോലും കാര്യമില്ല. അർഹിക്കുന്ന ആവജ്ഞയോടെ പുച്ഛിച്ച് തള്ളൂ, അതിനേക്കാൾ കവിഞ്ഞതിനകത്തൊന്നും കാര്യമില്ല. ഇത് വഴിപ്പട്ടികളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ മുതിർന്ന ശുശ്രൂഷകൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അതൊരു പക്ഷേ നിങ്ങൾക്ക് അലോസരം തോന്നിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര അലോസരം തോന്നി അതിലെ ഓരോ വാക്കുകളും. അത് മുറിപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, പൊതുലോകമാണ് ഇതൊക്കെ കേൾക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പക്വതയും പാകതയൊന്നും ഉള്ളവരല്ല. അപ്പോൾ പലതരം മനുഷ്യരുണ്ട്. ആരെങ്കിലും ഒരാളെന്ന് പുറത്തു വിട്ടാൽ മതി, അത് പിന്നെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരില്ല. അത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സാഗരമാണ്. അതിലേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെടുക്കും? അത് സ്പ്രെഡാകും. പിന്നീട് നമുക്കതിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിച്ച വാക്കുകളാണ്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇത് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മുഴങ്ങുമ്പോൾ വിശ്വാസ വഴിയിലല്ലാത്ത നമ്മുടെ സ്നേഹിതർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ മുതലായ ആളുകളൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവർ ചിരിക്കും. ഇതാണ് നിങ്ങൾ പറയുന്ന ഈ വലിയ വിശുദ്ധിയും ഈ വലിയ ദീനാനുകമ്പയും ദൈവസ്നേഹവും ദൈവഭയം എന്നൊക്കെ പറയുന്നത് ഇതാണോ എന്നുള്ള രീതിയിലാണ് അവരുടെ ചോദ്യങ്ങൾ. നമ്മളതിനൊക്കെ മറുപടി കൊടുത്ത് മടുത്തു പോകും അല്ലേ? നമ്മളതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് പറ. അത് മാത്രമല്ല, ഇപ്പോൾ 2 വാക്ക് പറയാൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ വന്നത്, ഇദ്ദേഹത്തിൻ്റേതായി വന്ന ഒത്തിരി വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പലതരത്തിലുള്ള വീഡിയോസും പലതരം സംസാരങ്ങളും അതൊക്കെ അവിടെ കിടക്കട്ടെ. അതിൽ എന്നെ ദുഃഖിപ്പിച്ചതും വേദനിപ്പിച്ചതുമായ മറ്റൊരു കാര്യം, അത് ഉപദേശ വിഷയമാണ്. ഇത് വ്യക്തികളെ അധിക്ഷേപിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഉപദേശ വിഷയം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം ഒരുവൻ്റെ ശാപത്തിന് പൂർണ്ണ പരിഹാരം വരുന്നില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ശാപകരമായ അനുഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ച് അവരുടെ ശാപം മുറിച്ചു കൊടുക്കണം. അങ്ങനെ ശാപം മുറിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഒരു സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. അവർ സാമ്പത്തികമായിട്ടും മറ്റ് പല നിലകളിലും അവർ ഔന്നത്യത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശും അഥവാ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണ പരിഹാരമല്ല ഇദ്ദേഹം കാണുന്നത്. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ പഠിപ്പിച്ചിരുന്ന എന്താ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് സമ്പൂർണ്ണമായ വിടുതൽ എന്നുള്ളതാണ്.
നമ്മുടെ പാപം രക്താംബരം പോലെ ചുവന്നതാണേലും നമ്മെ ഹിമം പോലെ വെളുപ്പിക്കും. അതുപോലെ നമ്മെ പ്രിയനായവനിൽ ദത്തെടുത്ത് ദൈവകുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫേസ്യ ലേഖനം 3:5 നമ്മൾ വായിക്കാറുള്ളത് പോലെ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളുമാകണമെന്ന് പറയുന്ന ഗോൾഡൻ വാക്യം അത് നമ്മുടെ കാതുകളിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അതൊന്നും അങ്ങനെയല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം അതിനോടൊന്നും യോജിപ്പില്ലാത്ത നിലയിലാണ് കാലങ്ങളായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ളവരോ അതിലെ എന്താ പറയുക, അതിലെ തിയോളജിയന്മാരോ അതിലെ പണ്ഡിതന്മാരോ ആയ ആളുകളൊന്നും അതിനൊരു ക്ലിയറായിട്ടുള്ള ഉത്തരം കൊണ്ടുവരുന്നില്ല. അവരുടെ സമൂഹത്തിൽ നിന്ന് ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇദ്ദേഹം പറയുന്നതാണ് അവസാന വാക്കെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതായത് ഒരുവൻ്റെ ജീവിതത്തിൽ രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റ് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ അതൊരു ശാപത്തിൻ്റെ കാരണമാകാം. അത് തങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്നാൽ ആ ശാപം മുറിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്ന ആശയങ്ങളുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു മണ്ടത്തരം പറയുന്നത് കേട്ടു. ഒരു സഭയെന്ന് പറഞ്ഞാൽ ഒരു 500 പേരൊക്കെ വന്നു കഴിയുമ്പോഴാണ് അതിനൊരു സഭയായിട്ട് പരിഗണിക്കാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ 2-3 പേരൊക്കെ എൻ്റെ നാമത്തിൽ കൂടിയ പുള്ളിക്ക് പുച്ഛമാണ്, ഭയങ്കര പുച്ഛമാണ്. കാരണം പുള്ളി 10,000-കണക്കിന് വിശ്വാസികളെ മേയ്ക്കുന്ന ആളല്ലേ. അതുകൊണ്ട് 30 പേര് 50 പേര് 100 പേരൊക്കെ ആയിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന ശുശ്രൂഷകരോടൊക്കെ പരമപുച്ഛമാണെന്നുള്ളതാണ് സംസാരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അയ്യയ്യേ, നിൻ്റെ ശുശ്രൂഷയൊക്കെ എന്താണെന്നുള്ള രീതിയിലാണ്. നിൻ്റെ ശാപമൊന്നും മുറിഞ്ഞിട്ടില്ല, നീ ഇപ്പോഴും ശാപത്തിൻ്റെ കെണിയിലാണ് എന്നൊക്കെയുള്ള നിലയിലാണ് പുള്ളി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ പാപത്തിനും ശാപത്തിനും പൂർണ്ണ പരിഹാരം ആ നിലയിൽ വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ വീഡിയോയും കൂടെ കേൾക്കുന്നത്. ഈ വീഡിയോയോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല സഹോദരങ്ങളെ. പബ്ലിക്കിൽ വന്നതുകൊണ്ടാണ് നമ്മളിതിന് ഒരു വിശദീകരണത്തിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണങ്ങളെ ആരോ വിമർശിച്ചിട്ടുണ്ട്, ശക്തമായിട്ട് ആരോ വിമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നതെല്ലാം വചനവിരുദ്ധമാണ്, മണ്ടത്തരങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ഏലിയൻസ് തിയറിയും അങ്ങനെ ഒത്തിരി തിയറികൾ കയ്യിലുള്ള ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതായത് ഇൻ്റർനെറ്റ് പരിശോധിച്ച് ഈ തവണത്തെ പുതിയ കാര്യങ്ങൾ ആളുകളുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. അതായത് ഇറാഖിലെ എണ്ണക്കിണറെന്നൊക്കെ പറയുന്നത് അഗാധ കൂപമാണെന്നും അതുപോലെ ഹെലികോപ്റ്റർ വെട്ടിക്കിളിയാണെന്നോ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞൊരു സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെ അവർ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അച്ചായി ആണല്ലോ, അച്ചായിക്ക് എവിടെയും എന്തും സാധിക്കാം എന്നൊന്നും എല്ലാവരും വകവെച്ചു കൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവരും അദ്ദേഹമായിട്ട് സഹവർത്തിത്വമുള്ള ആൾക്കാരൊക്കെ വകവെച്ചു കൊടുക്കുമായിരിക്കും. അല്ലാത്ത ആൾക്കാർ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർ പ്രതികരിക്കും. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. അതായത് ഞാൻ വിശ്വാസത്തിൽ വന്ന ആ ഒരു സമയത്ത് ഒരു കൺവെൻഷന് പോകുകയാണ്. ആ കൺവെൻഷനിൽ ഈ മാന്യദേഹമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എൻ്റെ വിവാഹം നടത്തിയ വളരെ സീനിയറായിട്ടുള്ളൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തെ അന്ന് സന്ധ്യയ്ക്ക് കാണാനിടയായി. കുശലമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്തിരി വേഗം പോവുകയാണ്. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാണ്. ഇന്ന് ഇങ്ങനൊരു കൺവെൻഷന് പോവാണ്. ആരാ കൺവെൻഷന് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ബംഗളൂരുവിലുള്ള ഇന്നയാളാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സീനിയറായിട്ടുള്ള ദേവദാസൻ, അദ്ദേഹം ഒരു പ്രസിദ്ധമായ ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം എടുത്ത വായിക്ക് പറയാണ്, കടുത്ത ദുരുപദേശകനാണ്. പറഞ്ഞു വന്നാൽ അവർ രണ്ടുപേരും ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. അപ്പം ഞാനോ വിശ്വാസത്തിൽ വന്നിട്ട് 1-2 കൊല്ലം ആയിട്ടുള്ളൂ. ഞാനിതെല്ലാം മാലാഖമാരാന്ന് വിചാരിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കേൾക്കെ അദ്ദേഹം പറഞ്ഞേ, കടുത്ത ദുരുപദേശമാണ് പുള്ളിയുടെ കയ്യിലുള്ളത്, വളരെ സൂക്ഷിച്ചു പോയി ഇരുന്നോണം, പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളതാണ് ആ പറഞ്ഞു വന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വലിയ ആവേശമല്ലേ. പുള്ളി പുറത്തുനിന്ന് വരുന്ന ആളാണ്, ഭയങ്കര അഭിഷേകത്തിൽ നിൽക്കുകയല്ലേ, നമുക്കും ഇച്ചിരി അഭിഷേകം കിട്ടുമെന്നോർത്താണ് നമ്മൾ പാവങ്ങൾ ഓടിക്കതച്ച് പോകുന്നത്. പക്ഷേ അനുഭവജ്ഞാനമുള്ള സീനിയറായിട്ടുള്ള ആ ദൈവദാസൻ മുന്നറിയിപ്പ് തന്നു. നമുക്കൊന്നും മനസ്സിലായില്ല. കാരണം നമ്മളന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ലെന്നേ, സാധുക്കളാ, അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കുന്നില്ല. നമ്മുടെ നോട്ടത്തിലെല്ലാം മാലാഖമാരാന്നുള്ള രീതിയിലായിരിക്കുന്നത്. അങ്ങനെ അന്ന് ആ ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ തരിമ്പും വകവയ്ക്കാത്ത ധാരാളം ദൈവദാസന്മാരെ പിന്നീട് എനിക്ക് കാണാനിടയായി. ഞാൻ എൻ്റെ വിശ്വാസ വഴിയിൽ മുതിർന്നു വന്നു. പിന്നീട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം വളരെ വചനനിശ്ചയമുള്ള ദൈവദാസന്മാരുടെ കൂടെയൊക്കെ സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
അവരിൽ നിന്നൊക്കെ വചനം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ രാജ്യാന്തര മണ്ടത്തരമാണല്ലോ. അങ്ങേരുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ആ കിണറിൽ കിടക്കുന്ന തവളകൾ, പുറത്തുള്ളതൊന്നും അവർ കേട്ടിട്ടില്ല. അവരൊരു കിണർ പോലെയുള്ള സംവിധാനത്തിൽ കിടക്കുകയല്ലേ. അതുകൊണ്ട് അവർക്ക് അറിയില്ല പുറം ലോകത്ത് എന്താണെന്ന്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും പഠിപ്പീരും ഒക്കെ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ശരിക്കും അഭിഷിക്തന്മാരുടെ കൂടെ നടന്ന് വചനം കേട്ടപ്പോൾ നടുങ്ങിപ്പോയില്ലേ. ഇങ്ങനെ എന്നാ വിഡിത്തമാണ് പറയുന്നത്, ആയിരക്കണക്കിന് ആൾക്കാരെ തൊലച്ച് കളയുമല്ലോ ദൈവമേ എന്നോർത്ത് ഭാരം തോന്നിയിട്ടുണ്ട് നമുക്ക്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കരുത്. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മുഴു ലോകത്തെക്കാളും വിലയുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ഈ മനുഷ്യരെല്ലാം കർത്താവിൻ്റെ സൃഷ്ടിയാണ്. കർത്താവ് തൻ്റെ വിലയേറിയ രക്തം കൊടുത്താണ് ഇവരെയൊക്കെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ജീവിതങ്ങളെ വെച്ച് കളിക്കാൻ ഒരു പാസ്റ്റർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പാസ്റ്റർക്കും അനുവാദമില്ല. ഭയപ്പെട്ടോണം. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം കണക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആരോ ക്രിട്ടിസൈസ് ചെയ്തതിന് ഇദ്ദേഹം അവരെ ഹരാസ് ചെയ്ത് സംസാരിച്ചാണ്. അതായത് ആരെയാണോ ഇദ്ദേഹം ടാർഗറ്റ് ചെയ്ത് ആ ആളുകളെ ഇദ്ദേഹം സംബോധന ചെയ്ത് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. വേദപുസ്തകത്തിൻ്റെ വാലും തലയും തിരിച്ചറിയാത്ത, ആദ്യത്തെ സെൻറ്റൻസ്, വേദപുസ്തകത്തിൻ്റെ വാലും തലയും തിരിച്ചറിയാത്ത, ഏതു വഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കാത്ത ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ശബ്ദം നമ്മൾ കേട്ടതാണ് കോട്ടയത്ത് നിന്ന്. അതായത് വാലും തലയും പരിജ്ഞാനവും ഒക്കെയുള്ള ഒരു മകൻ്റെ സംസാരം. നമ്മൾ മാത്രമല്ല, ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, അത് കാതോലിക്ക് ബാവയും പാത്രിയർക്കീസ് ബാവയും പിന്നെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ കേട്ടതാണ് വാലും തലയുള്ള മോൻ്റെ സംഭാഷണം. ഭയങ്കര സംഭാഷണമായിരുന്നു അത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള വാലും തലയും തിരിച്ചറിയാത്ത എന്ന് പറഞ്ഞ ആളുകളെ കളിയാക്കുമ്പോൾ സ്വന്തം സൈഡിലേക്കും കൂടെ തിരിഞ്ഞു നോക്കണം. ഇവർ ഈ പറയുന്ന ഈ പട്ടണത്തിൽ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് പാർക്കുന്ന ഒരാളാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി വിശ്വാസികളെ പരിചയമുണ്ട്. ആ വിശ്വാസികളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നാറുള്ളത്. ഞാൻ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യക്ക് വെളിയിൽ ഇച്ചിരിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ ഇച്ചിരിയൊക്കെ പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ധാരാളം വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. അതിൽ ഒട്ടും വാലും തലയും ഇല്ലാത്ത വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. അവരുടെ കൂട്ടത്തിൽ 10-15 വർഷം സഞ്ചരിച്ച ചില കുടുംബങ്ങളുമായിട്ട് ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇടയായി എന്നുള്ളത് നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ യോഹന്നാൻ 3 മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ജനനത്തെക്കുറിച്ച് ചോദിച്ചു. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വാലും തലയുള്ള ഉപദേശിയുടെ വിശ്വാസികൾക്ക് അതിൻ്റെ ഉത്തരം പറയാൻ അറിയാൻ മേലായിരുന്നു. ഞാൻ അവരെ ആരെയും മോശമാക്കിക്കൊണ്ട് പറയുന്നതല്ല, ഇദ്ദേഹത്തിൻ്റെ ആ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. ഒത്തിരി പറയാനുണ്ട്, എനിക്ക് ഒത്തിരി അറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അദ്ദേഹം പറയുന്നത്, ഏതു വഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കാത്ത പുതുക്രിസ്ത്യാനികളായി വന്ന് മാർഗം ചേർന്ന ചിലർക്ക് തിരുവചനം മനസ്സിലായില്ലെങ്കിൽ, ഞാനിതെല്ലാം കുറിച്ച് വെച്ചിരിക്കുക കേട്ടോ, അല്ലെ ഓർത്തിരിക്കില്ലല്ലോ. അപ്പോൾ ആ കുറിച്ച് വെച്ചിരിക്കുന്നതിന് അടിയിൽ ഞാൻ പുതുക്രിസ്ത്യാനികളായി വന്ന് മാർഗം ചേർന്ന ചിലർക്കെന്നുള്ളതിനടിയിൽ ഞാൻ ചുവന്ന മഷിക്ക് വരയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ എന്തായാലും ചുവന്ന മഷിക്കാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്നറിയാവോ? ഞാനൊരു പുതുക്രിസ്ത്യാനിയാണ്. ഞാനൊരു മാർഗം കൂടിയവനാണ്. ഞാൻ ഇന്നലകളിൽ സഞ്ചരിച്ചിരുന്ന ഒരു സഞ്ചാരമുണ്ട്. ഞാൻ ചില മതത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. ആ മതത്തിൽ നിന്ന് നസ്രായന യേശുക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം നൽകി. കെട്ടുപാടുകളെ അഴിച്ചുകൊണ്ട് അവൻ എന്നെ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ആ മാർഗത്തിൻ്റെ പേരാണ് ക്രിസ്തു മാർഗം എന്ന് പറയും. ആ ക്രിസ്തു മാർഗത്തിലേക്ക് ഞാൻ വന്നു. ആ വന്ന സമയം ഏതാണ്ട് ഒരു 10-25 വർഷം പുറകിൽ ഞാൻ ദൈവകുടുംബത്തിൽ ജനിച്ചു, വീണ്ടും ജനിച്ചു. പുതുജനനം എന്ന് പറയും, വീണ്ടും ജനിച്ചു. അങ്ങനെ ഞാനൊരു പുതു ക്രിസ്ത്യാനിയായിട്ട് മാറി. അപ്പോൾ അതിനു മുമ്പ് നേരം പോക്ക് ക്രിസ്ത്യാനി, ലോകക്കാരൻ. അതിനു മുമ്പ് ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കിടന്നുരുണ്ട ഒരു നേരം പോക്ക് നസ്രാണി. അതിൽ നിന്ന് കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പുതു ക്രിസ്ത്യാനിയാക്കി മാറ്റി. ആ എന്നെയും കൂടെ കളിയാക്കിയല്ലേ വാത്സല്യ അച്ചായി പറഞ്ഞത്? പുതുക്രിസ്ത്യാനികളായി വന്ന് മാർഗം ചേർന്ന ചിലർക്ക്
തിരുവചനം മനസ്സിലായില്ലെങ്കിൽ അതിന് സഭ ഉത്തരവാദിയല്ലെന്ന്. സഭ എന്നുള്ളതിന് ഞാനൊരു ഇൻവെർട്ടഡ് കോമ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. സഭയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സംഘം. കത്തോലിക്കരും പറയുന്നത് സഭയെന്നാണ്, ഓർത്തഡോക്സുകാർ സഭയെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ തിരുവല്ലായിക്കപ്പുറം ഒരു സ്ഥലമുണ്ട് ഇരവിപേരൂരിന്ന്, അവരും പറയുന്നത് എന്താ? പ്രത്യക്ഷ രക്ഷാ സഭയെന്ന് തന്നെയാണ് അവരും പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് നിയമസഭയുണ്ട്, അത് വേറെ സഭ. അപ്പോൾ പറഞ്ഞു വന്ന എല്ലാവരും സഭയെന്നാണ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. പുതുക്രിസ്ത്യാനിയായ ഞാൻ, പുതുതായി മാർഗം കൂടിയവനായ ഞാൻ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ നടുവിൽ പ്രസംഗിച്ച, അതായത് നമ്മൾ ഈ മെസ്സേജുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയൊരു സമയമുണ്ടല്ലോ, ആ സമയം മുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 500-ലധികം മെസ്സേജുകൾ ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ശേഖരത്തിലുണ്ട്. ആ ശേഖരം തുറന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വചനത്തിൻ്റെ ആഴങ്ങളുണ്ടോ, വെളിപ്പാടുകളുണ്ടോ, ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകളുണ്ടോ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളുണ്ടോ എന്നുള്ളത് ആർക്കും പരിശോധിക്കാം. ഒരു ചലഞ്ച് പോലെയാണ് പറയുന്നത്. വാലും തലയുണ്ടെന്നൊക്കെ ഇദ്ദേഹം വീമ്പളക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ള ഏതൊരു വിശ്വാസിയെയും അത്യാവശ്യം പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ ഓരോരുത്തരും ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിച്ചിട്ട് പൗലോസിനോട് ചേർന്ന് പറയും, ഞങ്ങൾക്കിതെല്ലാം ചവറാണ്, ഈ ലോകവും ഇവിടെയുള്ളതെല്ലാം ചവറാണ്, ഞങ്ങൾക്കിതൊന്നും വലിയ സംഭവമല്ല എന്ന് പറയുന്നവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പുള്ളിയുടെ മുമ്പിൽ ഒരുവനെങ്കിലും ഉണ്ടാവുമോ? അവരെല്ലാം ശാപം പൊട്ടിയിട്ട് എങ്ങനെ അംബാനിയാകാം, അദാനിയാകാം എന്നുള്ളതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നവരാ? ഈ ലോകം നമുക്ക് വാസയോഗ്യമല്ല, നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല, നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് അനുദിനം ക്രൂശെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ ക്രിസ്തുവിൻ്റെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നുകത്തിൻ കീഴിലേക്ക് മനഃപൂർവ്വം നടന്നു കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. മാർഗം കൂടിയ പുതുക്രിസ്ത്യാനി വ്യാഖ്യാനിച്ചല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇതൊക്കെ കേട്ടത് അല്ലേ? ചിന്തിച്ചു നോക്കിയേ സഹോദരങ്ങളെ. ഇവിടെ ഇദ്ദേഹം പറയുന്ന മാർഗം കൂടലും പുതുക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെയുണ്ട്. അങ്ങ് നമ്പൂതിരി മുതൽ നായാടി വരെ കിടക്കുകയാണ്. ഇതിനിടയിലൊക്കെ ഒത്തിരി അവാന്തര വിഭാഗങ്ങളൊക്കെയുണ്ട്. നസ്രാണികളുടെ ഇടയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട്ടത്തിൽ നിന്നൊക്കെയല്ലേ ഈ നസ്രാണി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അങ്ങനെ വന്ന കാലത്ത് പലരും വാലിലെ തോലൊന്നും ഉരിക്കാതെയാണ് വന്നത്. അങ്ങനെ വന്ന കാലത്ത് വാലിലെ തോലൊന്നും ഉരിക്കാതെ, അതായത് ഇച്ചിരിയൊക്കെ പഴയതൊക്കെ കയ്യിൽ കാണും, അങ്ങനെയൊക്കെ വന്നവരാ പലരും. അങ്ങനെ വന്നതാ ഈ അച്ചായി. അതുകൊണ്ടാണ് പുള്ളിക്ക് മറ്റുള്ളവരെ ആ ഒരു നിലയിൽ പരിഗണിക്കാൻ തോന്നിയത്. ഒരു ദൈവ പൈതലിൻ്റെ, വിശേഷാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസൻ്റെ വായിൽ നിന്നൊക്കെ വരേണ്ട വാക്കുകളല്ല ഇത്. എനിക്ക് ഭയം തോന്നുവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ചെറിയ പ്രായത്തിൽ വിശ്വാസത്തിൽ വന്ന ആളാണെന്നാണ് പറയുന്നത്. എനിക്ക് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് പറയാനില്ല. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിവിടെ ക്രൂശ് പ്രസംഗിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു കൈലേസ് കയ്യിലില്ലാതെ ക്രൂശ് പ്രസംഗിക്കാൻ ഭയപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണം എന്നാ? ഹൃദയം ചിലപ്പോൾ നിലച്ചു പോകും, പിടച്ചു പോകും, കണ്ണുകൾ നിറഞ്ഞു പോകും. കാരണം ക്രൂശ് കൺമുമ്പിൽ വന്നു കഴിയുമ്പോൾ ആ ക്രൂശിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമേ, അതിലേക്ക് ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ തുടർന്ന് ഇദ്ദേഹം പറയുന്നത്, പട്ടി കുരച്ചാൽ ആരാണ് പടി തുറക്കുക? വളർത്തുപട്ടിയാണെങ്കിൽ ഗേറ്റിങ്കിലേക്ക് നോക്കുന്നത് കൊള്ളാം, വഴിയെ പോയ വഴിപ്പട്ടിയാണ് കുരച്ചതെങ്കിൽ കാര്യമില്ല, വിട്ടേരെ, അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളൂ, ഇതെല്ലാം വഴിപ്പട്ടികളാണ്. അതായത് ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് അദ്ദേഹം വഴിപ്പട്ടികളെന്ന് വിളിച്ചത്. എൻ്റെ ദൈവമേ, നമ്മളെയൊക്കെ എന്തുമാത്രം ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഒരു ന്യൂജേഴ്സിക്കാരൻ യാക്കോബായക്കാരൻ വന്ന് പറഞ്ഞ തെറി നമ്മൾ ഒരിക്കലും കാണാത്ത പുള്ളിയാണ്. നമ്മുടെ മെസ്സേജിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാവോ? വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്തൊക്കെ പോകണമെന്ന് പറയുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിൻ്റെ അടിയിൽ വന്നിട്ടാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള കെയും പിയും എമ്മും സിയും ഡിയും ഒക്കെ. ഒരു പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നമ്മളിവിടെ പ്രസംഗിച്ച പ്രസംഗം നമ്മൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ കൂട്ടു സഹോദരങ്ങളായ മറ്റു പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോട്ടെ എന്ന് ഓർത്താണ് നമ്മളത് അവിടെ അപ്ലോഡ് ചെയ്ത്. അതിനകത്ത് യാക്കോബക്കാരൻ കടന്നു വന്നിട്ട് നമ്മളോട് കെയും പിയും സിയും ഡിയും എമ്മും ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല.
തരക്കേടില്ലാത്തൊരു കുർബാനയാണല്ലോ സഹോദരൻ ചൊല്ലി തീർത്തതെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. ഇങ്ങനെ ആളുകൾ എന്തെല്ലാം പറയും. അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ എന്തുമാത്രം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, എതിർക്കാറുണ്ട്. മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കും. സഭ്യമല്ലാത്ത ഭാഷയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആളുകളെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മറുപടി പറയാറില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്നുള്ളൊരു വിഷയം കുലങ്കഷമായി പ്രസംഗിച്ചിട്ടുള്ളൊരിടമാണ്. അതിശക്തമായിട്ട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന കൂട്ടത്തിന് അച്ചും പുള്ളിയുമില്ല, അടിസ്ഥാനമില്ല, അതൊരു ചരട് പൊട്ടിയ പട്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്നും വ്യക്തിഹത്യ നടത്താനോ അവരെ ആ രീതിയിൽ അപമാനിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഉപദേശ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ വളരെ കാർക്കശ്യത്തോടു കൂടി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അത്ര തന്നെ. അല്ലാതെ ഈ പറയപ്പെട്ട നിലയിൽ ബെല്ലുമില്ല ബ്രേക്കുമില്ലാതെ മനുഷ്യരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് അകത്തുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് അകത്തുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ നമ്മുടെ ജഡത്തിൽ പെട്ടെന്ന് പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധാത്മാവ് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം തരും. പിന്നീട് നമുക്ക് കിടന്ന ഉറക്കം വരില്ല, അസ്വസ്ഥത വരും, നമ്മളതിന് ക്രമീകരണം വരുത്തും. അങ്ങനെ വരുത്തുന്നവരെയാണ് ശരിക്കും ഈ പെന്തക്കോസ്തരെന്ന് വിളിക്കുന്നത്. പെന്തക്കോസ്തർ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ല വാക്ക്. അവരാണ് ക്രിസ്തു ശിഷ്യർ, അവരാണ് ദൈവമക്കൾ. അതാണ് കറക്റ്റ് വാക്ക്. പെന്തക്കോസ്തർ എന്നൊക്കെ ഉള്ളതൊരു വിളിപ്പേര് മാത്രമാണ്. ശരിക്കും എന്താ? നമ്മൾ ക്രിസ്തു ശിഷ്യരാണ്, അതുപോലെ നാം ദൈവമക്കളാണ്, കർത്താവിൻ്റെ ദാസന്മാരാണ്, കർത്താവിൻ്റെ ജനമാണ്. നമ്മൾ കർത്താവിൻ്റെ ഡിവൈൻ നേച്ചറിലേക്ക് വരുവാനല്ലേ ഈ രക്ഷയിലേക്ക് വന്നിരിക്കുന്നത്. ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കാൻ വന്നവരല്ലേ. ഇതിപ്പോൾ ദിവ്യ സ്വഭാവമാണോ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഇത് ദിവ്യ സ്വഭാവമാണോ? രതീഷ്, അടുത്ത വീഡിയോയും കൂടെ കാണിക്കുക, എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട് ഈ ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ എൻ്റെ സ്നേഹിതന്മാരായ അഡ്മിൻസിനോട്. ഈ തുലുക്കൻ്റെ പിന്നെ ഈ ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് എത്ര അപമാനമാണെന്ന് അറിയാമോ? ഇവൻ ആരാണ്? ഒരു പ്രകാരത്തിലും ഒരു സാക്ഷ്യമില്ലാത്ത ഇവൻ ആരാ? ഈ തുലുക്കന് ഇവൻ മുസ്ലിം തന്നെ എപ്പോഴും, ഇവൻ ക്രിസ്ത്യാനിയൊന്നും അല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവൻ്റെ ഫോട്ടോ ആരെയും പിന്നെ കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇടല്ലെന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ എനിക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വീഡിയോയിലെ ശബ്ദം അങ്ങ് പഞ്ചാബിലെ ലുധിയാനയിലുള്ള സാമാന്യം വലിപ്പമുള്ളൊരു ഉപദേശിയുടെയാണ്. മുഴങ്ങുന്ന സ്വരമാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ വീഡിയോയാണ് കാണിക്കാമെന്ന് ആരംഭത്തിൽ പറഞ്ഞത്. അതായത് കഴിഞ്ഞ 1.5 മാസം പുറകിൽ ഇവരുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ ഉരുണ്ടുകൂടിയ കാർമേഹങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നീട് അവരുടെ ജനറൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് കുറേ ദൈവദാസന്മാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ദൈവഭയമില്ലാതെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വലിയൊരു സമൂഹമാകുമ്പോൾ പലതരം അഭിപ്രായങ്ങളും പലതരം ആശയങ്ങളും വരുമല്ലോ. അങ്ങനെ പലരും സംസാരിച്ച് പോയതിനിടയിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്ന വളരെ പ്രസിദ്ധനായൊരു ദൈവദാസൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും മറ്റ് പല നിലകളിലുമൊക്കെ ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന ഇദ്ദേഹം അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ക്ഷോഭമുണ്ടായിട്ട് അവിടെ ജനറൽ കൺവെൻഷൻ്റെ ലാസ്റ്റ് ഡേയിൽ, അതായത് സൺഡേയിൽ കർത്തൃമേശയൊക്കെ ഉണ്ട്. കർത്തൃമേശ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കർത്താവേ, എന്താ ഈ കർത്തൃമേശ എന്നുള്ളതുകൊണ്ടൊക്കെ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ആ കർത്തൃമേശയുടെ ചൂടാറുന്നതിന് മുമ്പ് ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിലാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം പബ്ലിക്കായിട്ട് ഈ സംസാരിച്ചത്. ഇതും ലോകം മുഴുവൻ കേട്ടു സഹോദരങ്ങളെ. വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവിൽ സംസാരിക്കുമ്പോൾ പുറമേ നിന്നൊക്കെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ തോന്നും നമ്മൾ ആ ദൈവദാസന് വേണ്ടി പക്ഷം പിടിച്ചെന്തോ സംസാരിക്കാൻ വരുന്നതാണെന്ന്. ഒരിക്കലുമല്ല. ആ ഒരു ദൈവദാസൻ മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ ജീവൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒത്തിരി സഹോദരന്മാർ ഈ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, മറ്റ് പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മുടെ സമൂഹം കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇങ്ങനെയാണെന്നല്ലേ വരുന്നത്. ഇപ്പോൾ ഈ ലുധിയാനക്കാരന് ഉദ്ദേശിയായിട്ട് നമുക്ക് ആർക്കും ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല.
നമുക്കാർക്കും ഡയറക്റ്റ് ബന്ധമല്ലോ ഉണ്ടോ? അയാൾ വായി തോന്നിയത് എന്തോ പറഞ്ഞതിന് നമ്മളിപ്പോൾ അത് ഏറ്റുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഓർക്കണം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യപ്പെടുമ്പോൾ അനേകരുടെ മുമ്പിലേക്കാണ് ഇത് എത്തുന്നത്. ഈ പറയപ്പെട്ട 2 വീഡിയോയും കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉള്ളിലൊരു ഭാരം വന്നത്, എൻ്റെ ഉള്ളിലൊരു നോവ് വന്നത്. കാരണം ഇവരുടെ വാക്കുകളാൽ എത്രയോ പേർക്ക് വേദന ഉണ്ടായി കാണും. ഇവർ ടാർഗറ്റ് ചെയ്ത ഒരാളെ ആയിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്ന് വന്ന ആളുകളോടൊക്കെയുള്ള മനോഭാവം ഇതാണ് എന്നല്ലേ വരുന്നത്. ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഈ പറയപ്പെട്ട സഹോദരങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. നമ്മൾ പഠിക്കുന്ന വചനപ്രകാരം ഒരു വ്യത്യാസവുമില്ല, ഈ പറയപ്പെട്ടവരെല്ലാം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. അപ്പം നസ്രാണിയുടെ വീട്ടിൽ ജനിച്ച ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും റോമാലേഖന പ്രകാരം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരല്ലേ? നമ്മളെല്ലാവരും യഹൂദനെന്ന് വേണ്ട, യവനനെന്ന് വേണ്ട, എല്ലാവരും പാപത്തിന് കീഴിലാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വന്നവരാണ് നാം ഓരോരുത്തരും. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നു, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പാപത്തിന് കീഴിലായിരുന്നു. എല്ലാവരെയും കഴുകിയത് ഒരു രക്തം തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് സാധാരണ നമ്മുടെ ചന്തസ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്നൊരു വാക്കാണത്. ആ സമൂഹത്തിൽപ്പെട്ട ആളുകളെ അങ്ങനെയൊക്കെ സംബോധന ചെയ്യും. അത് സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ക്രിസ്ത്യാനികളെ അതുപോലെ പല വാക്കുകൾ ഉപയോഗിക്കും, ഹിന്ദുക്കളെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളുകൾ സംസാരിക്കുന്ന രീതിയാണ്. ഇങ്ങേർക്ക് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ, നിലവാരം കുറഞ്ഞതായിട്ടുള്ള സംഭാഷണ രീതികളാണ്. ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് വന്ന ധാരാളം പേരുടെ ഉള്ളിൽ അത് മുറിവേറ്റിട്ടുണ്ട്, നോവുണ്ടായിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവരെയെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന എത്ര സഹോദരങ്ങളായിരിക്കുന്നത്? എൻ്റെ ദൈവമേ, ഒരു തിരിച്ചുവേദം എനിക്ക് ആലോചിക്കാനും കൂടെ കഴിയില്ല. അത് മരണത്തിന് തുല്യമാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ചുവന്നവനെന്നോ അങ്ങനെ ഒരു മുഖപക്ഷം യേശുക്രിസ്തുവിൻ്റെ ദാസന് കാണിക്കാൻ പറ്റുമോ? പലരും കാണിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ദാസന് അങ്ങനെ കാണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ 2 പേര് സംസാരിച്ച് നിങ്ങൾ കേട്ടല്ലോ. ആദ്യത്തെ പുള്ളി തന്നെ വഴിപ്പട്ടിന്നും അങ്ങനെ പല രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇങ്ങേര് വളരെ റഫായിട്ടാണ് സംസാരിച്ചത്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത ചില കാര്യങ്ങൾ പൊതുലോകത്തിൻ്റെ മുമ്പാകെ നമുക്ക് ഇതിനോടനുബന്ധിച്ചൊന്ന് കൊണ്ടുവന്ന് വേഗം അവസാനിപ്പിക്കാം. അതായത് 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ വായിച്ച 2 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. ശൗലിൻ്റെ മരണശേഷം ദാവീദ് ഭരണത്തിലേക്ക് വന്നു. ദാവീദ് ഭരണത്തിലേക്ക് വന്ന സമയത്ത് ദാവീദ് അന്വേഷിക്കുകയാണ്, ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും മിച്ചമുണ്ടോ, എല്ലാവരും മരിച്ചു പോയോ എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ദാവീദിന് അറിവ് കിട്ടുകയാണ്. യോനാഥാൻ്റെ മകൻ മെഫീബോശേത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയാണ്. അങ്ങനെ മെഫീബോശേത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മെഫീബോശേത്തിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറയുകയാണ്. അങ്ങനെ മെഫീബോശേത്ത് രാജസിംഹാസനത്തിന് മുമ്പാകെ വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ദാവീദ് അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഭയപ്പെടേണ്ട, നിൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരാം. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അതായത് മെഫീബോശേത്തിൻ്റെ കുടുംബം മുഴുവനും പട്ടുപോയി, ഒന്നും ശേഷിക്കാതെ ഒരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് അരമനയിലേക്ക് വിളിച്ചിട്ട് തന്നോട് ഔദാര്യം കാണിക്കുന്നത്, മഹാമനസ്കത കാണിക്കുന്നത്, ഏറ്റവും ഉയർന്ന നിലയിൽ തന്നോട് സംസാരിക്കുന്നത്. ഭയപ്പെടേണ്ട, നീ എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ മെഫീബോശേത്തിൻ്റെ ഉള്ളുരുകിപ്പോയി കാണും. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറയുന്നതാണ്, അവൻ രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, ചത്ത നായയെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മെഫീബോശേത്ത് എന്താ പറഞ്ഞത്? മഹാരാജാവിൻ്റെ മുമ്പിൽ ചത്ത നായയെപ്പോലെയുള്ള അടിയനെ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന്. വചനത്തിൻ്റെ വാലും തലയും മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം ഇന്നലകളിൽ വ്യാഖ്യാനിച്ചവരായ നമ്മൾ കണ്ടെത്തിയത് എന്താ? മെഫീബോശേത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. മഹാരാജാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് വലിയവനായ ദൈവം ഇരിക്കുകയാണ്. അങ്ങനെ യാതൊരു യോഗ്യതയുമില്ലാത്ത നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ നമ്മൾ കേട്ടതാണ് ഭയപ്പെടേണ്ടെന്ന്.
പുതുക്രിസ്ത്യാനി എന്നല്ല അന്നേരം വിളിച്ചത്. എടാ മെഫിബോശത്തെ മൊടന്ത, നീ നിൻ്റെ കുടുംബക്കാരൊക്കെ ഗുണമില്ലാത്തവരായിരുന്നു, നിൻ്റെ കുടുംബത്തിൽ ശാപമുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ മുടന്തനായി പോയത് എന്നൊന്നുമല്ല പറഞ്ഞത്. സമൂഹ മധ്യത്തിൽ മെഫിബോശത്തിനെ ഒരിക്കലും ദാവീദ് ഹരാസ് ചെയ്തില്ല. ഏറ്റവും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് തന്നോട് സംസാരിച്ചത്. അപ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞിട്ട് ദാവീദിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയാതെ പറയുകയാണ് താൻ, ചത്ത നായെ പോലെയുള്ള അടിയനോട് നീ കാണിക്കുന്നത്, ഇതിനെയാണ് കൃപാ കടാക്ഷം എന്ന് പറയുന്നത്. ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, അല്ലേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലെന്നാണ് പറയുന്നത്. തുടർന്ന് 19:8 കൂടെ വായിച്ചേ. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത നിലയിൽ വേഗം എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. യജമാനായ രാജാവിന് മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെ മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി രാജാവിനോട് ആവലാതി പറയുവാൻ അടിയന് എന്ത് അവകാശമുള്ളൂ? ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദും അബ്ശാലോവുമായിട്ടുണ്ടായ വലിയ പ്രതിസന്ധികളുണ്ട്. അങ്ങനെ ദാവീദിന് രാജകൊട്ടാരം വിട്ട് പോകേണ്ടി വന്നൊരു സാഹചര്യം, അതിൻ്റെ പിന്നിലുള്ള 15, 16, 17 അധ്യായങ്ങളിൽ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാം. അങ്ങനെ രാജാവ് മടങ്ങി വന്നതിന് ശേഷം മെഫിബോശത്തിനെ അന്വേഷിക്കുകയാണ്. രാജാവ് മടങ്ങി വരുമ്പോൾ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ മെഫിബോശത്തിനെ കണ്ടില്ലല്ലോ, എന്തു പറ്റി എന്ന് രാജാവ് അന്വേഷിച്ചു. അപ്പോൾ ചില തൽപര കക്ഷികൾ മെഫിബോശത്തിനെതിരെ ദാവീദിൻ്റെ അടുക്കൽ ചില പരദൂഷണങ്ങളൊക്കെ പറഞ്ഞു. രാജാവ് അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സമയത്ത് മെഫിബോശത്ത് രാജസിംഹാസനത്തിന് മുമ്പാകെ വന്ന് രാജാവിനോട് സംസാരിക്കുകയാണ്. യജമാനനായ രാജാവിൻ്റെ മുമ്പാകെ അടിയൻ്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. വാലും തലയുള്ള നമ്മൾ എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിച്ചത്? ഇന്നലകളിൽ ഞാനും നിങ്ങളും മരണയോഗ്യരായിരുന്നു. ന്യായവിധിയുടെ വാള് നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. പാപത്തിന് നമ്മൾ ബന്ധിതരായിരുന്നു. നമ്മുടെ പേര് മണ്ണിലാണ് എഴുതി വെച്ചത്. നമ്മുടെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് തീപ്പൊയ്കയായിരുന്നു. അവിടെ നിന്നാണ് കൃപയാൽ നമ്മെ ഉദ്ധരിച്ചത്. മരണം വരെ ഓർത്തോണം ഓരോരുത്തരും. താങ്കൾ എത്ര വലിയ സീനിയർ പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, ഏത് കൊമ്പത്തെ പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, ഇത് ഓർത്തോണം. ഇളച്ച് കിട്ടിയതാണ്, ഇളച്ച് കിട്ടിയതാ, നെകളിക്കല്ലേ, ഇളച്ച് കിട്ടിയതാ. ഞാനും എൻ്റെ പിതൃഭവനവും മരണയോഗ്യരായിരുന്നു. എന്നിട്ട് എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി രാജാവിനോട് ആവലാതി പറയുവാൻ അടിയനിനി എന്തുള്ളൂ? മെഫിബോശത്ത് സ്മരണയുള്ളവനാണ്. അവൻ രാജാവിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്. ഹൃദയം തുറന്നല്ലേ സംസാരിക്കുന്നത്. ഇത് വിശുദ്ധന്മാർ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വാക്കുകളാണ്. പട്ടിയെന്നും വഴിപ്പട്ടിയെന്നൊക്കെ എന്നാ വാക്കുകളാ സഹോദരങ്ങളെ. നമ്മളെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ പട്ടിയെന്നും വഴിപ്പട്ടിയെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ കണ്ടെത്തുന്ന കാര്യമാണ് ചത്ത നായെ പോലെയുള്ള അടിയനെന്ന്. നിന്റെ സന്നിധിയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പോൾ ഈ ആയിരിക്കുന്നതോ ഇതിനാണ് കൃപയെന്ന് പറയുന്നത്. മേന്മയൊന്നുമല്ല, സുറിയാനി പാരമ്പര്യത്തിൻ്റെ മേന്മയൊന്നുമല്ല. ഇതിനാണ് മഹാകൃപയെന്ന് പറയുന്നത്. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ഞെളിഞ്ഞ് നിന്നുകൊണ്ട് ഇത്ര ശബ്ദത്തിൽ ഇതൊക്കെ സംസാരിക്കുന്നത്. പുതുക്രിസ്ത്യാനി മാർഗം കൂടി എന്നൊക്കെ പറയുന്നത്. അടുത്ത് പുറപ്പാട് ദിവസം 13:13, എക്സോഡസ് 13:13. ഇപ്പം നമ്മൾ വായിച്ചത് പുറപ്പാട് ദിവസം 13:13. അവിടെ എന്താ കണ്ടത്? വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് അതൊക്കെ. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ചു കളയണം. നിൻ്റെ പുത്രന്മാരിൽ ആദിജാതിനെയൊക്കെയും നീ വീണ്ടുകൊള്ളണം. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ഇസ്രായേലിലും മനുഷ്യൻ്റെ ആകട്ടെ മൃഗത്തിൻ്റെ ആകട്ടെ കടിഞ്ഞൂലുകളെയൊക്കെ ആടിനെ കൊടുത്ത് വീണ്ടെടുക്കണം. അതാണ് ദൈവം വെച്ച വ്യവസ്ഥ. അപ്പോൾ എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും ഒക്കെ കടിഞ്ഞൂലിനെ ആടിനെ കൊടുത്താണ് വീണ്ടെടുക്കുന്നത്. എന്നാൽ കഴുതയ്ക്ക് വേണ്ടി അവർ ആടിനെ കൊടുക്കാറില്ല. കാരണം ഒരു വിലയില്ലാത്ത ജീവിയാണ് കഴുത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിലയില്ലാത്ത കഴുതയ്ക്ക് വേണ്ടി വിലയുള്ള ആടിനെ കൊടുത്ത് ഒരു ഇസ്രായേലിനും ആ സാഹസത്തിന് മുതിരില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നടുവിൽ ധാരാളം കഴുതകളെ കഴുത്തൊടിക്കാൻ പാകത്തിന് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ വാക്യം വായിച്ചിട്ട് എന്താ നമുക്ക് പറയാനുള്ളത്? ഇവിടെ കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളാ നാം ഓരോരുത്തരും. നാം ആകുന്ന കഴുതകൾക്ക് വേണ്ടി ദൈവകുഞ്ഞാടിനെയാണ് മറുവിലയായിട്ട് കൊടുത്തത്, അല്ലേ? വീണ്ടെടുപ്പിൻ വിലയായിട്ട് ദേവാട്ടിൻകുട്ടിയെ കൊടുത്താണ് കഴുതകളായ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. കഴുതകളാണോ ഞെളിയുന്നത്?
കഴുതകളാണോ ഈ പറയുന്ന കുടുംബമഹാത്മ്യവും അതുപോലെ പിന്നെ എന്നെ പുതുക്രിസ്ത്യാനിയും മാർഗം കൂടിയെന്നും ഇതൊക്കെ ആരാ ഈ പറയുന്നത്? ഇത് പറയാനായിട്ട് നാവ് എങ്ങനെ പൊങ്ങി? വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പല രീതിയിലും നമുക്ക് രേഖപ്പെടുത്താമല്ലോ, സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താമല്ലോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൂടെ ഒരു പിക്ചർ കടന്നു പോവുകയാണ്. അതായത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന ഒരു പശ്ചാത്തലം. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന യഹൂദന്മാരോടും അതുപോലെ റോമൻ പടയാളികളോടും പറയാണ്, എടാ പുതുക്രിസ്ത്യാനികളെ, നീയൊക്കെ എൻ്റെ കൈക്ക് ആണി അടിച്ചെങ്കിലും നിന്നെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി വരുമെടാ എന്നാണോ നമ്മുടെ കർത്താവ് പറഞ്ഞത്? ക്രൂശിൽ കിടന്നുകൊണ്ടേ നമ്മുടെ കർത്താവ് റോമൻ പടയാളികളോട് എന്താ പറഞ്ഞത്? അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളോട് എന്താ പറഞ്ഞത്? മാർഗം കൂടിയവന്മാരെന്നാണോ പറഞ്ഞത്? പുതുക്രിസ്ത്യാനി എന്നാണോ പറഞ്ഞത്? ഇവരുടെ കൈക്കീഴിലൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന വിശ്വാസികളെ നമ്മൾ എന്തെന്ന് വിളിക്കും സഹോദരങ്ങളെ? ലോകക്കാരവരെ വിളിക്കുന്ന മൊണ്ണകളെന്നാ. നമ്മളേതായാലും ഒന്നും വിളിക്കുന്നില്ല. വചനത്തിൻ്റെ വാലും തലയും അറിയാൻ മേലാതെ സീനിയർ പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ക്രൂശേ കിടക്കുന്ന ക്രിസ്തുവിനെയല്ല ഇവരൊന്നും ധ്യാനിക്കുന്നത്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ അവൻ മിണ്ടാതെ നിന്നു, അല്ലേ? അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ എന്താ പറഞ്ഞത്? അവിടെ എന്തെങ്കിലും ബഹളം വെച്ചോ? ഒന്നും പറഞ്ഞില്ല. ഈ കർത്താവാണ് നമ്മുടെ മോഡൽ. അവൻ്റെ കാൽച്ചൂടുകളെയാണ് നാം പിന്തുടരേണ്ടതെന്നാണ് പത്രോസ് പറയുന്നത്. വേറെ ആരുടെയും കാൽച്ചൂടുകളല്ല പിന്തുടരേണ്ടത്, അല്ലേ? പത്രോസിൻ്റെ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയേ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഭീഷണം പറഞ്ഞില്ലെന്ന്. തുലുക്കനെന്നോ പുതുക്രിസ്ത്യാനിന്നോ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളൊന്നും പറഞ്ഞില്ലെന്നല്ലേ വായിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്ത് ധൈര്യത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയി. ഒന്ന് മെഫീബോശെത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, ചത്ത നായയെ പോലെയുള്ള അടിയൻ, നമ്മെ ഓരോരുത്തരെയും അത് കാണിക്കുന്നത്. രണ്ടാമത് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ കണ്ടത്, കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളാണ് നാം ഓരോരുത്തരും. ഈ പറയപ്പെട്ട പുള്ളികളെയൊക്കെ അതിനുവേണ്ടി വെച്ചതല്ലേ? ദൈവകുഞ്ഞാടിനെ മറുവിലയായി കൊടുത്തല്ലേ വീണ്ടെടുത്തത്? നമ്മെ ഓരോരുത്തരെയും അങ്ങനെയല്ലേ വീണ്ടെടുത്തത്? നമുക്ക് ഓരോരുത്തർക്കും ഇളച്ച് കിട്ടുകയല്ലേ ചെയ്തത്? നമ്മൾ എന്തുകൊണ്ട് ഇളച്ചു കൊടുക്കുന്നില്ല? സഹോദരങ്ങളെ, വിമർശിക്കാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യാം നിശ്ചയമായും. ആശയ സംഘടനകളുണ്ടാകണം, അതൊക്കെ സംഭവിക്കട്ടെ. പക്ഷേ വ്യക്തികളെ ഹരാസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പൗലോസിൻ്റെ മിഷൻ യാത്രകൾ ധ്യാനിച്ച ആളുകളാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും പൗലോസിൻ്റെ 2-ാം മിഷൻ യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ 2-ാം മിഷൻ യാത്രയിൽ താൻ നേരെ വരുന്നത് ഫിലിപ്പിയിലേക്കാണെന്ന് അറിയാമല്ലോ. ഫിലിപ്പിയിൽ നിന്ന് തെസലോനിക്കയിൽ നിന്ന് ബെറോവയിൽ നിന്ന് ഏഥൻസ്, അവിടെ നിന്ന് കൊരിന്തിലെത്തുന്ന ആ യാത്രയിൽ എന്തുമാത്രം കഷ്ടനഷ്ടങ്ങൾ, കാരാഗ്രഹങ്ങൾ, ചമ്മട്ടികൾ എന്നുവേണ്ട അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചാണ് കൊരിന്തിൽ വരുന്നത്. കൊരിന്തിൽ കടന്നു വന്ന 1 ആണ്ടും 6 മാസവും അവിടെ പാർത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചു. അങ്ങനെ തനിക്ക് വേണ്ടി ഒരു ഭവനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. അതായത് തീത്തോസ് യുസ്തോസിൻ്റെ ഭവനം, പള്ളിയോട് ചേർന്നിരുന്നൊരു ഭവനം. അതായത് തീത്തോസ് യുസ്തോസ് എന്ന് പറയുന്ന ആ മാന്യദേഹം ഒരുപക്ഷെ അവിടുത്തെ സിനഗോഗിൻ്റെ കൈക്കാരനായിരിക്കും, ട്രസ്റ്റി എന്നൊക്കെ പറയും, കൈക്കാരനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പൗലോസിൻ്റെ പ്രസംഗം മെല്ലെ മെല്ലെ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ പ്രസംഗം ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കൂടാൻ ആരംഭിച്ചു. തീത്തോസ് യുസ്തോസിൻ്റെ ബന്ധുക്കൾ, അയൽവാസികൾ, ചാർച്ചക്കാരും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രമുഖമായൊരു പേരും കൂടെ കാണാം, പള്ളി പ്രമാണിയായ ക്രിസ്പോസ്. അദ്ദേഹം കൗൺസിൽ മെമ്പർ ആയിരുന്നിരിക്കണം. അങ്ങനെ പൗലോസ് അവിടെ തേജസ്സിൻ്റെ സുവിശേഷം ഘോഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പൗലോസ് പ്രസംഗിച്ചു തുടങ്ങിയ സമയത്ത് പള്ളിപ്രമാണിയായ ക്രിസ്പോസിൻ്റെ വീടിൻ്റെ മതിലിൽ ഒരു സ്വർണ്ണവർണ്ണ നിറമുള്ള ഒരു നെയിം പ്ലേറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പള്ളിപ്രമാണിയായ ക്രിസ്പോസ് എന്ന് പറഞ്ഞ്. തീത്തോസ് യുസ്തോസിൻ്റെ മതിലേലും ഉണ്ടായിരുന്നു. ആ മതിലിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ആ ചെരിഞ്ഞു വരുന്ന ഭാഗമല്ലേ, അവിടെ തന്നെയായിരുന്നു അത് പിടിപ്പിച്ചിരുന്നത്. പിന്നെ നല്ല തിളക്കത്തിൽ തീത്തോസ് യുസ്തോസ് കൈക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ. അതുപോലെ തീത്തോസ് യുസ്തോസിൻ്റെ ഭാര്യയൊക്കെ വരുന്ന ആ ഒരു വരവ് കാണണം, മക്കളൊക്കെ വരുന്നത്. ക്രിസ്പോസിൻ്റെ ഭാര്യയൊക്കെ അങ്ങനെയാണ് വരുന്നത്, വലിയ ഹൈ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടാണ് ഇങ്ങനെ വരുന്നത്.
ഭയങ്കര ഏറ്റവും മോഡേണായിട്ടാണ് വരുന്നത്. പക്ഷെ പൗലോസ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഹൈ ഹീലെല്ലാം ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നെഞ്ചും കൂടി ഇടിച്ച് തകർത്ത് കളഞ്ഞു. ക്രൂശിൻ്റെ വചനം വന്ന് ആർത്തലച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തീത്തോസിന്റെ മതിലേലുള്ള നെയിം പ്ലേറ്റൊക്കെ തകർന്ന് തരിപ്പണമായി പോയി കാണും. കുലമഹിമയിലും മറ്റു പലതിലുമൊക്കെ പുകഴ്ന്നിരുന്നിരിക്കണം അവർ. 12 ഗോത്രക്കാർ, അതിലൊരു ഗോത്രക്കാരനാണ് ഞാനെന്നൊക്കെ ചിന്തിച്ച് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെന്നൊക്കെയുള്ള ഭയങ്കരമായ അഭിമാന ബോധത്തിലൊക്കെ ആയിരുന്നിരിക്കുന്നത്. പക്ഷേ നെഞ്ചിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നീ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ വിറച്ചു പോയിട്ടുണ്ടാവും. ക്രൂശിൻ്റെ വചനം മുഴങ്ങിയാണ് അവിടെ. ഇപ്പം ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു 1 കൊരിന്ത്യർ ലേഖനമാകട്ടോ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അല്ല, 1 കൊരിന്ത്യർ ലേഖനമാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം തുറന്നു വെച്ചിട്ട് അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ചിലരെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന്. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ചിലരെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. തീത്തോസ്, യുസ്തോസ് ആകട്ടെ, ക്രിസ്പോസ് ആകട്ടെ, അവിടെ കൂടിയ മറ്റ് കേമന്മാർ ആരുമാകട്ടെ, കേമികൾ ആരുമാകട്ടെ, ക്രൂശിൻ്റെ വചനങ്ങൾ അവിടെ മുഴങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാം സറണ്ടർ ചെയ്തു. ക്രൂശിന് മുമ്പാകെ എല്ലാം സറണ്ടർ ചെയ്തു. അവിടെ കൂടിയ ആളുകളുടെ ഉള്ളിൽ പാപബോധം കടന്നു വന്നു. അവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. രക്ഷകനെ കണ്ടെത്തി. ക്രൂശിൻ്റെ വചനം അങ്ങനെ അവരെയെല്ലാം മാറ്റിമറിച്ചു. അല്ലേ, അടിമുടി മാറ്റിമറിച്ചു. ഉഴുതുമറിക്കുകയായിരുന്നു ശരിക്കും. തീത്തോസ്, യുസ്തോസിൻ്റെ വീട്ടിൽ പൗലോസ് സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുകയായിരുന്നു. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട നിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് വിത്തുമായിട്ട് വന്നു. നിത്യജീവൻ്റെ വിത്തുമായിട്ട് വന്നു. അങ്ങനെ പുതുജനനങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെയാണ് ആ ക്രൂശിന് മുമ്പാകെ അവർ മുഴങ്കാൽ മടക്കുന്നത്. ക്രൂശിൻ്റെ ദർശനമാണ് അവരെ അടിമുടി ഉലച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്. മാറ്റിമറിച്ചു കളഞ്ഞു. ഭയങ്കര കാഴ്ചകളല്ലേ, ഭയാനകമായ കാഴ്ചകൾ. നമ്മുടെ മേൽ വരേണ്ട ന്യായവിധി തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ വന്ന കാഴ്ച അവർ കാണുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ തുറന്നു വെച്ചാണ് പൗലോസ് പ്രസംഗിക്കുന്നതെന്നേ. അതെ, എന്നെയും നിന്നെയും പ്രതി അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാ പറഞ്ഞത്. അതായത് തീത്തോസ്, യുസ്തോസേ, നിന്നെയും എന്നെയും പ്രതി തൻ്റെ പ്രിയപുത്രനെ കാൽവറിയിൽ കൈവിട്ട് കളഞ്ഞു. എന്തൊരു നിമിഷങ്ങളാണതെല്ലാം. അതെല്ലാം കേട്ടപ്പോൾ, അതെല്ലാം കണ്ണാലെ കണ്ടപ്പോൾ ന്യായവിധിയുടെ ഭയാനകത, ദൈവസ്നേഹത്തിൻ്റെ ആഴം, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുന്നത്, അതെല്ലാം അവരെ സ്പർശിച്ചു സഹോദരങ്ങളെ. പിന്നത്തേതിൽ ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ കൊരിന്ത്യർ എന്താ പറഞ്ഞത്? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞവരാ. അങ്ങനെ പറഞ്ഞ് കുറേ കാലം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആളും അർത്ഥമൊക്കെയായി. തേങ്ങാ ചമ്മന്തിയൊക്കെ മാറ്റിയിട്ട് മാങ്ങാ ചമ്മന്തിയായി. പിന്നെ കുഴിമന്തി, അൽഫാമും അങ്ങനെ പലതും ഒക്കെ കടന്നു വന്നപ്പോൾ പിന്നെ കൈ പൊങ്ങാതെയായി. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എന്നൊന്നും അത്രയും അങ്ങ് പറയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത നിലയിലേക്കൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ശബ്ദം തന്നെ പുറത്തേക്ക് വരുന്നില്ല. പണ്ടൊക്കെ ആയിരുന്നേ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തമെന്ന്. ഇപ്പം അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ക്ലോവയുടെ ആളുകളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. എല്ലാ കാര്യങ്ങളും വെളിപ്പാടിലല്ല സഹോദരങ്ങളെ അറിയുന്നത്. ഇപ്പം തന്നെ 2 വീഡിയോ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു. അതെല്ലാം വെളിപ്പാടിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ക്ലോവയുടെ ആൾക്കാർ എനിക്ക് അയച്ചു തന്ന വീഡിയോകളാണ് അതൊക്കെ. ഞാനതൊക്കെ കണ്ടപ്പോഴാണ് നടുങ്ങിപ്പോയത്. 2 വാക്ക് പറയണമല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ഉള്ളിലൊരു ഹേമം വന്നു. ക്ലോവയുടെ ആൾക്കാർ പൗലോസിനെ ധരിപ്പിച്ചത് അവിടെ ചില പിണക്കങ്ങളും, പണ്ട് കൈ ഇങ്ങനെ നന്നായിട്ട് പൊക്കിയിട്ട് പറയുമായിരുന്നു, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എന്നൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും അങ്ങ് പറയാറില്ല. പറച്ചലിൻ്റെ ശക്തിയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം എന്നാ, അവിടെ പക്ഷങ്ങൾ വന്നു. ഞങ്ങളുടെ പാനൽ, നിങ്ങളുടെ പാനൽ, ഞങ്ങളുടെ പാനൽ, ഈ തവണത്തെ കൺവെൻഷൻ ഞങ്ങളുടെ പാനലാണ് നടത്തുന്നത്, ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ വന്ന് വാ തുറന്നാൽ നിൻ്റെ വായിൽ ഇട്ട് തന്നേക്കാം. എന്നത് കർത്തൃമേശയോ അങ്ങനെയൊക്കെയാണോ പറയുന്നത്? വായൊക്കെ തുറന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇട്ട് തരാം, അല്ലാതെ ഞങ്ങൾ അരുതപിക്കും, ഞങ്ങൾ ക്രമീകരിക്കുന്നൊന്നും നീ വിചാരിക്കില്ലേ പൊന്നുമോനെ. അതിന് വേറെ ആളെ നോക്കണം. അതൊക്കെ പണ്ട് ഞങ്ങൾ ഇറങ്ങിയ കാലത്തൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പറഞ്ഞു തീരാത്ത ദാനെന്നൊക്കെ നെഞ്ച് പൊട്ടി ഞങ്ങൾ പറയുമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇട്ടുമൂടാനുണ്ടെന്ന് എൻ്റെ മോൻ അമേരിക്കയിലാണ്. പിന്നെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ എന്തായാലും ഭിന്നതയായി, അസ്വസ്ഥതയായി, പാനലുകളായി, കുഴപ്പങ്ങളായി. ഈ സാഹചര്യത്തിലാണ് പൗലോസ് ചില നാളുകൾക്ക് ശേഷം കൊരിന്ത്യർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നത്. ആ സന്ദേശത്തിൻ്റെ കാതലായ കാര്യം എന്ന് പറയുന്നത് ഈ 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങളെയാണ് പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. നമ്മുടെ ബാംഗ്ലൂർ അച്ചായിയെയും നമ്മുടെ ലുധിയാനയെയും പറഞ്ഞു കേൾപ്പിക്കേണ്ടത് ഈ ഇത്രയും ഭാഗങ്ങളാണ്. അതായത് അവരെയൊക്കെ നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാനുള്ളത് അവരെ മാത്രമല്ലെന്ന്. ഇത് പറയുമ്പോൾ നമ്മൾ നടുങ്ങിക്കൊണ്ടല്ലേ പറയുന്നത്. അയ്യോ, ക്രൂശ് കൺമുമ്പിൽ വെച്ചിരിക്കുക, ക്രൂശ് കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. പുതുക്രിസ്ത്യാനികളെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായ ചില മാർഗവാസികളെ തിരഞ്ഞെടുത്ത് മാർഗം കൂട്ടി. അങ്ങനെയാ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ ഏതോ മുസ്ലിമിനെയൊക്കെ തിരഞ്ഞെടുത്തു. എല്ലാ സൈസ് ആളുകളെയും തിരഞ്ഞെടുത്തു എന്നാണ് വായിച്ചത് കേട്ടോ. മുസ്ലിമിനെ മാത്രമല്ല, പിന്നെ പുതു ക്രിസ്ത്യാനിനെയും പഴയ ക്രിസ്ത്യാനിനെയും ഒന്നുമല്ല, എല്ലാ സൈസ് പുള്ളികളെയും തിരഞ്ഞെടുത്തു. എല്ലാ പുള്ളികളും ഈ വാക്യത്തിന് മുമ്പാകെ ഒന്ന് മുഴങ്കാൽ മടക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആശ്വാസത്തോടെ ഇവിടെ നിന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വേണ്ടി കീജൈ വിളിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മളിങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ മഹത്വ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ മുട്ട് വിറയ്ക്കും, അരയുടെ ഏപ്പിളകിപ്പോവും. ഓർത്തോ, കുലഹീനന്മാരും ബലഹീനന്മാരുമായിരുന്ന ചത്ത നായയെ പോലെയുള്ള കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളായിരുന്ന നമ്മെ തൻ്റെ പ്രിയപുത്രനെ കൊടുത്ത് വീണ്ടെടുത്തെന്നല്ലേ വായിക്കുന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നമ്മുടെ നടുവിൽ കാണിക്കാറുള്ളൊരു പിക്ചറാണ്. ഒരുപക്ഷെ നമ്മുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജ് പിന്നീട് യൂട്യൂബിലൊക്കെ പോകുമ്പോൾ പുതുതായിട്ടൊക്കെ ആൾക്കാർ ചിലപ്പോൾ കാണുമായിരിക്കും. കാണുന്നവർ കാണാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ പിക്ചർ ഒന്ന് കാണിക്കുക അവരുടെയും കൺമുമ്പിലേക്ക്. അല്ലേ, കാൽവറിയിലെ ക്രൂശായി കാണിക്കുന്നത്, തകർക്കപ്പെട്ട് കിടക്കുന്ന ദൈവകുഞ്ഞാട്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്നത്, ക്രൂശ് എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഈ ക്രൂശിൻ്റെ ദർശനമല്ലേ നമ്മെ മാറ്റിമറിച്ചത് സഹോദരങ്ങളെ. നമ്മൾ ഈ ക്രൂശിന് മുമ്പാകെ മുഴങ്കാൽ മടക്കിയപ്പോൾ കേട്ട ചില സ്വരങ്ങളുണ്ട് അല്ലേ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. ഭയാനകമായൊരു സ്വരമല്ലേ അത്. മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായ മനുഷ്യപുത്രൻ കാൽവറിയിൽ ആ വിലാപസ്വരം ഉയർത്തുമ്പോൾ അത് നമ്മൾ ഉയർത്തേണ്ട സ്വരമല്ലായിരുന്നോ? മാനവലോകം ഉയർത്തേണ്ട സ്വരമല്ലായിരുന്നു അത്? സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. കുലഹീനവും ബലഹീനവുമായ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതുമല്ലായിരുന്നെന്നേ. നമ്മൾ ഈ പറയുന്ന പുകഴ്ചയ്ക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. നിന്റെ തറവാടിത്വവും നിന്റെ കുലമഹിമയും നിന്റെ തൊലിയുടെ വെളുപ്പും ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഞാനും നിങ്ങളും കൊടും പാപികൾ തന്നെയാണ്. ഇന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ നോക്കി കാണുന്നതുകൊണ്ടാണ് ശ്രേഷ്ഠരെന്ന് എണ്ണുന്നത്. നമ്മെ വിശുദ്ധന്മാരെന്ന് എണ്ണുന്നത് എങ്ങനെയാ? തൻ്റെ പുത്രനിലൂടെയാണ് നമ്മെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മിൽ എന്ത് മേന്മയുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ പാകത്തിന്, മറ്റുള്ളവരെ കുറച്ചു കാണാൻ പാകത്തിന് നമ്മിൽ എന്ത് മേന്മയുണ്ട്? ഇതെല്ലാം ഇങ്ങനെ വായിച്ച് അതിൻ്റെ 28-ാം വാക്യം വരെയാണ് വന്നത്. 29-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാൻ ദൈവം അനുവദിക്കില്ലെന്ന്. അത് ബാംഗ്ലൂർ അച്ചായി ആണെങ്കിലും കൊള്ളാം, ലുധിയാനയിലെ അച്ചായി ആണെങ്കിലും കൊള്ളാം, ഏത് അച്ചായി ആണെങ്കിലും കൊള്ളാം, ദൈവസന്നിധിയിൽ പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ലെന്ന്. ദൈവസന്നിധി നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? നമ്മുടെ അവസ്ഥയാണ് 26 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ കണ്ടത്. സമയക്കുറവ് കൊണ്ടാണ് വേറെ ഭാഗത്തേക്കൊക്കെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ഭാഗം പോരെ ഒരുവൻ്റെ ഹൃദയം നുറുങ്ങാനായിട്ട്. ഇനി കൂടുതൽ വാക്യങ്ങളെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? കൂടുതൽ വാക്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാനായിട്ട് ദൈവം അനുവദിക്കില്ല. അതിന് തൊട്ട് താഴെയുള്ള വാക്യമുണ്ട്, 30-ാം വാക്യം അല്ലേ. അതിന് തൊട്ട് താഴെയുള്ള വാക്യമുണ്ട്, 30-ാം വാക്യം. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം കണ്ടത് എങ്ങനെയാണ്? 30-ാം വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ബലിപീഠമാണ്, അഥവാ കാൽവറിയിലെ ക്രൂശാണ് 30-ാം വാക്യത്തെ കാണിക്കുന്നത്. 30-ാം വാക്യം കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് 29-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്.
ആ ക്രൂശിൻ്റെ ദർശനത്തിന് മുമ്പാകെ നിന്നുകൊണ്ടാണ് പറയുന്നത് ഒരു ജഡവും ദൈവസന്നിധി പ്രശംസിക്കേണ്ടെന്ന്. ദൈവസന്നിധി പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല. ഒരു ജഡവും ദൈവസന്നിധി പ്രശംസിക്കാനായിട്ടില്ല. ഈ പറയപ്പെട്ട ഉപദേശിമാരൊന്നും അംഗീകരിക്കാത്തൊരു ഭേദഭാവമുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം പൗലോസിൻ്റെ അരയോപക കുന്നിലുള്ള പ്രസംഗമാണ്. അങ്ങനെ പ്രസംഗിച്ചു വന്നപ്പോൾ അതിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് കാലങ്ങളെയും അതിരുകളെയും ഒക്കെ നിശ്ചയിച്ചു എന്ന്. അപ്പം പുതുക്രിസ്ത്യാനിയുടെയും മാർഗം കൂടിയവൻ്റെയും പിന്നെ എന്നാ തുലുക്കനോ? ഈ പറഞ്ഞവരെല്ലാം ഒരുവനിൽ നിന്നുണ്ടായി എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. എല്ലാവരുടെയും പൂർവ്വപിതാവ് ആദമാണെന്ന്. അങ്ങനെ മുൻപോട്ട് വന്നതിന് ശേഷം മനുഷ്യവർഗത്തെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട് നോഹയുടെ കാലത്ത്. അങ്ങനെ ന്യായവിധിക്ക് ശേഷം ഭൂമിയിൽ 8 മനുഷ്യരാണ് ശേഷിച്ചത്. ആ 8 മനുഷ്യരിൽ നോഹയുടെ 3 ആൺമക്കളുണ്ട്. ആ 3 ആൺമക്കളിൽ നിന്നാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഉളവായി വന്നത്. പുതുക്രിസ്ത്യാനിയും മാർഗം കൂടിയവനും തുലുക്കനും ഒക്കെ ഈ 3 മനുഷ്യരിൽ നിന്നാണ് ഉണ്ടായി വന്നത്. അതും കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു, തന്നെ അനുഗ്രഹിക്കുന്നു, വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനാകുന്നു. അത് കഴിഞ്ഞിട്ട് ക്രൂശീകരണം, പിന്നത്തേതിൽ ദൈവസഭ ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ സുവിശേഷത്താൽ അനേകർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ തന്നെ വീണ്ടും ജനനാനുഭവത്തിൽ ദൈവരാജ്യത്തിലേക്ക് വരുന്നവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളെന്നുള്ളൊരു വിളിപ്പേരിലും കൂടെയാണ് വരുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു വരുന്നവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ്. എല്ലാവരും, പുതുക്രിസ്ത്യാനിയും മാർഗം കൂടിയവനും നായരും നമ്പൂതിരിയും നായാടിയും തുലുക്കനും കിലുക്കനും എല്ലാവനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകുടുംബത്തിൽ അംഗമായോ അവനെല്ലാം അബ്രഹാമിൻ്റെ മകനെന്നുള്ള വിളിപ്പേരിലേക്കാണ് വരുന്നത്. അങ്ങനെ അബ്രഹാമിൻ്റെ മക്കളെ ഈ നിലയിൽ തരംതിരിച്ച് സംസാരിക്കാൻ ഒരുവൻ്റെ നാവ് പൊങ്ങുന്നുണ്ടെങ്കിൽ കൊള്ളാം കൊള്ളാം, തിരക്കേടില്ല. അങ്ങോട്ട് വരുമ്പോൾ ലെഡ്ജറും ഡേ ബുക്കൊക്കെ തുറക്കും, അന്ന് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പം നമ്മളാരും ഒന്നും പറയാനായിട്ടില്ല കേട്ടോ. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം നമുക്കെല്ലാം അറിയാം. അതിൽ അവസാനത്തെ 14-ാം വാക്യം വായിക്കുകയാണ്: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗി 8-11 എന്താ പറഞ്ഞത്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. കാണുന്നവരെയൊക്കെ പുതുക്രിസ്ത്യാനിന്നും മറ്റുമൊക്കെ വിളിക്കാനായിട്ട് തോന്നുന്നത് തന്നെ തൽക്ഷണം അടിയൊന്നും കിട്ടുന്നില്ല. പക്ഷേ അവരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം നമ്മയെല്ലാം വിളിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ, വിശേഷാൽ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വില കൊടുത്തു വാങ്ങിയ ആളുകളെ ആ നിലയിലൊക്കെ അപമാനിക്കുന്നവർ അനുദപിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരിച്ചില്ലെങ്കിലുണ്ടല്ലോ അരയുടെ ഏപ്പളകി പോകുന്ന എനിക്ക് പറയാനുള്ളൂ. വേറെ കഥയൊന്നും പറയാനില്ല. അരയുടെ ഏപ്പളകി പോവും, വേറെ കഥയൊന്നും പറയാനില്ല. ചിലപ്പോൾ ഇങ്ങനെ എഴുതി വരും, മെനെ മെനെ തെക്കേൽ ഓഫർ സീൻ എന്നൊക്കെ, നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു എന്ന്. സീനിയോറിറ്റിയൊന്നും അവിടെ വില പോകില്ല കേട്ടോ. പ്രായമൊന്നും അവിടെ വില പോകില്ല. വചനത്തിന് മുമ്പാകെ വരുമ്പോൾ ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. നോക്കണം, രണ്ടാമത് നമ്മൾ കേട്ട ഉപദേശി പറഞ്ഞ കേട്ടില്ലേ, അയാൾ ഇപ്പോഴും മുസ്ലിം തന്നെയാണ്, അയാൾ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെന്ന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും കൂടെ ഈ ചങ്ങാതി പറഞ്ഞ ആ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആ ശുശ്രൂഷകൻ്റെ ഒരു പ്രസംഗം കേട്ടു. പുള്ളി പറയുക, ഒരു വേള ക്രിസ്തു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടാൽ, അതായത് കഴുത്തിലൂടെ വാള് കടന്നുപോയാൽ ആ ശിരസ് നിലത്ത് വീണൊന്ന് പിടയ്ക്കുമല്ലോ, ആ പിടയ്ക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുമെന്ന്, മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ എന്ന്. അങ്ങനെ പറയുന്ന ഒരുത്തിനെ കുറിച്ച് പറയുകയാണ് അവൻ ഇപ്പോഴും മുസ്ലിമാന്ന്. അതായത് തനിക്ക് ഫേവറായിട്ട് സംസാരിച്ചില്ല, തന്നെ ക്രിട്ടിസൈസ് ചെയ്തു, അല്ലെ തൻ്റെ പാനലിനെ ക്രിട്ടിസൈസ് ചെയ്തു, അതുകൊണ്ട് പറഞ്ഞ പറച്ചിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാണ്, ഇവ ഹിന്ദുവാ കേട്ടോ, എന്നെ ക്രിട്ടിസൈസ് ചെയ്തു അതുകൊണ്ട് ഇവ ഹിന്ദുവാ. മറ്റവനോ, അവൻ കത്തോലിക്കനാ, അവനൊക്കെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക അതുകൊണ്ട് അവൻ കത്തോലിക്കനാ. ഇവനോ,
അവൻ നിരീശ്വരവാദിയാണ്, ഇവൻ ഓർത്തഡോക്സുകാരനാണ്. അങ്ങനെയൊക്കെയാണോ നമ്മൾ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അവർ ആത്മീയരാണ്. അതേസമയം തന്നെ അവരിൽ ജഡമുണ്ട്. മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ അവർ ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തിൽ സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ വചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും അവരിൽ നിന്നൊക്കെ പുറപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബലഹീന സാഹചര്യത്തിലേക്ക് ആരെങ്കിലും പോയെന്ന് വിചാരിക്കുക. ആ വ്യക്തിയെ നമ്മൾ മുസ്ലിമാണെന്നും ഹിന്ദുവാണെന്നും കത്തോലിക്കനാണെന്നൊക്കെയാണോ പറയുന്നത്? അങ്ങനെ ഒരാളെക്കുറിച്ചും പറയാൻ പറ്റുമോ? ആരെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ സീനിയർ പാസ്റ്റർ ആണെങ്കിൽ ക്ഷണം നേരം മതി വഴി മാറാൻ. സീനിയർ എന്നൊന്നുമില്ല കേട്ടോ, നമുക്കൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ 24 മണിക്കൂറും ഈ ക്രൂശ് പ്രസംഗിക്കുന്നത്, ഈ ബലിപീഠം നിങ്ങളുടെ കൺമുമ്പിൽ വെക്കുന്നത്. ഞാനും നിങ്ങളും ബലഹീനരാണ് പലതിലും. വീണ്ടെടുക്കപ്പെടാത്തൊരു ശരീരത്തിൽ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടാത്തൊരു ദേഹിയുമായി സഞ്ചരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആ കാരണത്താൽ നമുക്ക് അവിവേകങ്ങൾ സംഭവിക്കാം, പലതും സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കാനാണ് ക്രൂശയെ നോക്കിക്കൊണ്ട് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയുള്ള പാട്ടുകൾ മാത്രമല്ലേ പാടാറുള്ളൂ, വേറെ പാട്ടെല്ലാം പാടാറുണ്ടോ? നമ്മൾ ആ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന വലിയവനായ ദൈവത്തെയും ദൈവത്തിൻ്റെ അവദാനങ്ങളെയും വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളൊക്കെ അല്ലേ പാടാറുള്ളൂ. കാരണം എന്താ? നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നാം യാത്രക്കാരാണെന്നൊക്കെ കൂടെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നാ? നാം പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് വരേണ്ടവരാണ്, അനുദിനം ക്രൂശെടുക്കേണ്ടവരാണ്, എന്ന് വെച്ചാൽ ആ നിന്ന വഹിക്കേണ്ടവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ എന്നും മുന്നോട്ട് പോകാറ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്തരത്തിലുള്ള അവിവേകങ്ങളും കാര്യങ്ങളൊക്കെ ആർക്കും സംഭവിക്കാം. അതൊന്നും നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര പ്രസിദ്ധരായ കേമന്മാരായ ഇവരെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് കേൾപ്പിച്ചത്. അവർക്കൊത്തിരി ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും, അതൊന്നും വിലപ്പോവില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തുടക്കം മുതൽ ചിന്തിച്ചതും പറഞ്ഞതുമായ വചന സത്യങ്ങൾ കഴുത്തൊടിക്കാൻ വെച്ചതായിരുന്നു, മറക്കണ്ട കേട്ടോ. ചത്ത നായെപ്പോലെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഇനിയും പലതും പറയാനുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കണ്ണിനും അലിവ് തോന്നാതെ പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങി പോയതെന്ന് ഓർത്തു നോക്കിയേ. നമ്മോടുള്ള മനസ്സലിവ് നിമിത്തം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുത്ത് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതാ. നമുക്കൊന്നും പറയാനില്ലെന്നുള്ളതാണ് സത്യം. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളം നിറയുകയാണ്, നന്ദി കൊണ്ട് നിറയുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ വാക്ക് പിന്നെയും മുഴങ്ങുക, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന്. അങ്ങനെ സ്തോത്രം ചെയ്യാൻ വിളിക്കപ്പെട്ട നാം ഒരതരത്തിൽ നിന്ന് തന്നെയാണോ കൂട്ടു സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മോടും നമ്മുടെ സമൂഹത്തോടും സംസാരിച്ചെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിനും മാനസാന്തരത്തിനും ഒക്കെ കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.